എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും മലയാളം സൊസൈറ്റിയുടെ പേരിൽ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള മെമ്പേഴ്സ് ഫിലഡൽഫിയ അബ്ദുൾ പുരിയാക്കുളം, ഡിട്രോയിറ്റ് സുരേന്ദ്രൻ നായർ, ഡിട്രോയിറ്റ് ഹ്യൂസ്റ്റണിലേക്ക് പോയി പ്രത്യേകം സ്മരിക്കുന്നു. അദ്ദേഹം നന്ദിയോടെ അർപ്പിക്കുന്നു. കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വസന്തകാലമാണ്. വളരെ സുഖമായ ക്ലൈമറ്റ്, സുഖമായ കാലാവസ്ഥ. തണുപ്പ് കാലത്ത് ഇല കൊഴിഞ്ഞ വൃക്ഷങ്ങളെല്ലാം തളർത്ത് പൂക്കളമായിട്ട് സുഗന്ധത്തോടെ പരത്തി നിൽക്കുന്നു. അങ്ങനെ സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഹ്യൂസ്റ്റണിലുള്ളത്. ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേക ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത് സമയനിഷ്ഠയുടെ കാര്യം. എല്ലാവരും പറഞ്ഞ് 2 വിഷയമാകുന്നതുകൊണ്ട് ഒരുപാട് ദീർഘിച്ചു പോകുന്നുണ്ട്. 2 മണിക്കൂർ മീറ്റിംഗ് എന്ന് പറഞ്ഞ 2 മണിക്കൂറിൽ നിർത്തണം. ഹൂസ്റ്റൺ ഏപ്രിൽ 14, 2024 സൂം മീറ്റിംഗില് വിഷയം എന്റെ പെൺകുട്ടിക്കാലം. ഡോക്ടർ തസ്ലീമ നസ്രീൻ പുസ്തക അവലോകനം നടത്തുന്നത് സുരേന്ദ്രൻ നായർ സാർ. ചെറുതായി അതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും മരണഭയത്താൽ സ്വീഡനിലേക്കും പിന്നെ യൂറോപ്പിലേക്കും അഭയം അന്വേഷിച്ച് അലഞ്ഞ് അവസാനം ഇന്ത്യയിലെത്തി ഡൽഹിയിൽ താമസമാക്കിയ പ്രമുഖ എഴുത്തുകാരിയും സ്ത്രീ സ്വാതന്ത്ര്യ മാനവവാദിയും ഡോക്ടറുമായ തസ്ലീമ നസ്രീന്റെ ജീവചരിത്രത്തിന്റെ 1ാം ഭാഗമായ എന്റെ പെൺകുട്ടിക്കാലം എന്ന പുസ്തകത്തെക്കുറിച്ച് സുരേന്ദ്രൻ നായർ സാർ ആണ് അതിനെ സംബന്ധിച്ചുള്ള അവലോകനം നടത്തുന്നത്. സുരേന്ദ്രൻ നായർ സാറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അമേരിക്കൻ മലയാളി സാംസ്കാരിക സാഹിത്യ വേദികളിൽ സജീവ സാന്നിധ്യം. മിഷിഗൻ മലയാളി ലിറ്റററി അസോസിയേഷൻ മിലൻ പ്രസിഡന്റ്, ലാന ഡിട്രോയിറ്റ് കൺവെൻഷൻ ചെയർമാൻ, ധ്വനി മാഗസിൻ ചീഫ് എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും ആനുകാലിക മലയാളി മാധ്യമങ്ങളിൽ ലേഖകനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാമൂഹിക, സാഹിത്യ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായ സുരേന്ദ്രൻ നായർ സാറാണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അവലോകനങ്ങൾ നടത്തുന്നത്. വളരെ ഉചിതമായി എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിന് ചേരാത്ത ചില സംഗതികൾ ലോകത്ത് നടക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഉയർന്ന ചിന്തയോടുകൂടിയും ബുദ്ധിപരമായും എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കുകയും ചെയ്യുന്നതിനുള്ള സാഹചര്യം അദ്ദേഹം ഒരുക്കുന്നു എന്നുള്ളതിലുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കട്ടെ. അദ്ദേഹത്തെ ഈ പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു സമയപരിധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ 20 മിനിറ്റാണ് പ്രമേയ അവതാരകർ നമ്മൾ അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം പാർട്ടിസിപ്പൻസിന്റെ ഡിസ്കഷൻ 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ. നമുക്ക് 4 മണിക്ക് ആരംഭിക്കേണ്ടത് 4 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് നമ്മൾ ഈ മീറ്റിങ്ങിന് ആയി എടുത്തിരിക്കുന്നത്. പരമാവധി എല്ലാവരും വളരെ ആഴത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഡീപ്പായിട്ട് യാതൊരു മടിയുമില്ലാതെ തന്നെ സംസാരിക്കണം. നമ്മൾ ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ ആധുനിക കാലഘട്ടത്തിൽ ചേരുന്ന തരത്തിലും വളരെ ഉയർന്ന ഒരു മനോനിലയിലും നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ആധുനിക കാലഘട്ടത്തിൽ രക്ഷപ്പെടുത്തേണ്ടത് വരും ഭാവിയും മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വവും മലയാളം സൊസൈറ്റിക്കുണ്ട്. ഒരു ധാർമ്മിക സംഘടനയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹം വിഷയത്തിലേക്ക് വരട്ടെ. ഞാൻ സുരേന്ദ്രൻ നായർ സാറിനെ വിഷയ അവതരണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സഹൃദയ സദസ്സിന് നമസ്കാരം. മലയാള ഭാഷയും സാഹിത്യവും വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അമേരിക്കയിൽ ജീവിക്കുമ്പോഴും മലയാള ഭാഷാരംഗത്തും സാഹിത്യരംഗത്തും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നവരാണ് അമേരിക്കയിലുള്ള മലയാളി സമൂഹത്തിൻ്റെ ക്രീം എന്ന് പറയുന്ന ഇത്തരം സാഹിത്യവേദികളിലൊക്കെ പങ്കാളികളാകുന്നവർ.
ഞാനിവിടെ വന്ന ആ കാലഘട്ടം മുതൽ തന്നെ ശ്രീ ജോർജ് മണ്ണിക്കരോട്ടിൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ട്. വർത്തമാന പത്രങ്ങളിലൂടെയും ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. ഇതിലുള്ള പലരെയും നേരിട്ട് പരിചയമുണ്ട്. അപ്പം ഇന്ന് ഈ വിഷയം എടുക്കാനുള്ള കാര്യം, ഈ പുസ്തകം തന്നെ തിരഞ്ഞെടുക്കാൻ ഉള്ള ഒരു കാര്യം, ഇന്ന് നമ്മുടെ സാഹിത്യ ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് സ്ത്രീ നിധന തൃഷ്ണ എന്ന് സാഹിത്യ ഭാഷയിൽ പറയാം. സ്ത്രീ നിധന തൃഷ്ണ എന്ന് പറയുമ്പോൾ പെണ്ണിനെ ക്രൂരമായി ചിത്രവധം ചെയ്യുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം. അത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്ന പോലെ സാഹിത്യ മേഖലയിലും നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്, പ്രത്യേകിച്ചും മലയാളി സാഹിത്യരംഗം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സ്ത്രീ വിഷയം നമുക്ക് ഒന്ന് സംസാരിച്ചാലോ എന്ന് വിചാരിച്ചത്. ഉള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിൻ്റെ ഒരു ആമുഖം മാത്രം പറയാൻ പറ്റും. ബാക്കി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂട്ടായി സംസാരിക്കാൻ മാത്രമേ സമയ പരിമിതി നമ്മളെ അനുവദിക്കുന്നു. അപ്പം ഈ ജീവചരിത്രം നമ്മൾ എടുക്കുമ്പോൾ, അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് എഴുത്തുകാരൻ എപ്പോഴും സമ്മിശ്രമായ വിഷയങ്ങളുടെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രതിപാദകൻ മാത്രമേ ആകാൻ പാടുള്ളൂ. പലപ്പോഴും നമ്മുടെ എഴുത്തുകാരെ വിധികർത്താക്കളായി മാറാറുണ്ട്. സത്യത്തിൽ വിധികർത്താക്കൾ അനുവാചകരാണ് അല്ലെങ്കിൽ വായനക്കാരാണ്. എഴുത്തുകാരന് വിധി പ്രഖ്യാപിക്കാൻ അവകാശമില്ല. എഴുത്തുകാരൻ വിവിധ വിഷയങ്ങൾ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നു. അയാളുടെ അനുഭവങ്ങളെ അനുഭൂതിദായകമായി പബ്ലിക്കിന് മുമ്പിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മളാണ് വിധികർത്താക്കൾ. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹിത്യ സങ്കല്പത്തിലാണ് ജീവചരിത്രം. നമുക്കറിയാം, ലോകത്ത് വിശ്വോത്തരമായ ജീവചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ MK മോഹൻദാസ് ഗാന്ധിയുടെ ദി സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അതിനേക്കാളേറെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേലയുടെ ജീവചരിത്രം. അതുപോലെ തന്നെ അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രം. ഇതൊക്കെ ഒരുപാട് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ അത് അനുവാചകരുമായി പങ്കുവയ്ക്കുമ്പോൾ അതിൽ നിന്ന് പ്രചോദനം, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ മലയാളത്തിലേക്ക് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ സന്ദേശവുമായി നമ്മുടെ മുന്നിലെത്തുന്ന ഒരു ജീവചരിത്രമാണ് അന്തർജനം എന്നറിയപ്പെടുന്ന നമ്മുടെ ദേവകി നിലയങ്ങാടിൻ്റെ ജീവചരിത്രം. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയായിരുന്നു. അവരുടെ ജീവചരിത്രമാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഒരു ചലനം സൃഷ്ടിച്ച ഒരു ജീവചരിത്രം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വായിക്കുന്നത് കണ്ണീരും കിനാവുമാണ്. അതും ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. പക്ഷെ അത് ഒരു പുരുഷന്റെ ഒരു ജീവിത അനുഭവങ്ങളായിരുന്നുവെങ്കിൽ ആത്മകഥകൾക്ക് ഒരു ആമുഖം എന്ന് പറയുന്ന ലളിതാംബിക അന്തർജനത്തിന്റെ ജീവചരിത്രം. അങ്ങനെ ഈ ജീവചരിത്രങ്ങളിലൊക്കെ തന്നെ നമുക്ക് പകർന്നു കിട്ടുന്ന സ്ത്രീ ജീവിതത്തിന്റെ സമാനതകളില്ലാത്ത ദുര്യോഗങ്ങളും പതനങ്ങളും ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം എന്തിനേറെ പറയുന്നു, ഇന്നിപ്പം കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സംഘടിപ്പിച്ച സാഹിത്യ മത്സരങ്ങളുടെ ഫലം വന്നിരുന്നു. ചെറുകഥയും കവിതയും. അത് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്നതാണ്. ഇടയ്ക്ക് മുടങ്ങിപ്പോയെങ്കിൽ പോലും വർഷങ്ങളായി മാതൃഭൂമി വായിക്കുന്ന ആളുകൾക്കറിയാം. മാതൃഭൂമിയും പിന്നെ അതുപോലെ തന്നെ അത് നമ്മുടെ മലയാളത്തിലെ ഈടുറ്റ പ്രസിദ്ധീകരനായ ഭാഷാഭൂഷണിയും ഒക്കെ എപ്പോഴും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് ചെറുകഥയിൽ 1ാം സ്ഥാനം കിട്ടിയ ജബീൽ മാടത്തിൻ്റെ ഇപ്പോഴത്തെ പിന്നെ ചെറുകഥ തന്നെ അക്കൻ ബാരി. ഇതിന് സമാനമായ ഒരു വിഷയമാണ് അവർ അതിൽ പറയുന്നത്. അതുപോലെ തന്നെ കവിതയ്ക്ക് 1ാം സമ്മാനം കിട്ടിയ റഹീമ വാളാടിൻ്റെ കുടിയേറി വന്ന ബായക്ക പാടങ്ങൾ എന്ന് പറയുന്ന കവിത, അതും ഇതേ വിഷയമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന വിഷയം, ഇത്തരം കൃതികളിലൊക്കെ തന്നെ സ്ത്രീ സഹജമായ നൊമ്പരങ്ങളുടെ ഒരു പ്രതിനിധാനമാണ് നാം അനുഭവിക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ കഥാനായിക തസ്ലീമ നസ്രീൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവര് ബംഗ്ലാദേശിൽ ജനിച്ച ഒരു ഡോക്ടറുടെ പുത്രിയാണ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. പക്ഷെ അവരുടെ ജീവിതം തുടങ്ങുമ്പം തന്നെ ഈ നമ്മുടെ വിഭജന അനുബന്ധമായി ഉണ്ടായ ബംഗ്ലാദേശിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം അവർ ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മലയാളത്തിൽ അതിനെ എൻ്റെ പെൺകുട്ടിക്കാലമെന്നും അല്ലെങ്കിൽ മൈ ഗേൾഹുഡ് എന്ന് ഇംഗ്ലീഷിലും പറയുന്ന ഈ രചനയുടെ ഒറിജിനൽ ബംഗാളി ഭാഷയിലാണ്.
ഒരു ബംഗാളി ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നെ മൊഴിമാറ്റമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ പുസ്തകം, എൻ്റെ പെൺകുട്ടിക്കാലം. അപ്പം ഒരു കാലഘട്ടത്തിൽ അവരനുഭവിച്ച ജീവിത ദുഃഖങ്ങളാണ് അവർ സമൂഹവുമായി പങ്കുവയ്ക്കുന്നത്. സാമ്പത്തികമായി മോശമല്ലാത്തൊരു കുടുംബത്തിലാണ് അവർ ജനിച്ചത് എങ്കിലും അവര് വീടകങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങൾ എണ്ണി 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 പറയുന്ന ഒരു പുസ്തകമാണ്. അതായത് അവരെ സംബന്ധിച്ച ജീവചരിത്രം എഴുതുന്നതിന് മുന്നേ അവരെഴുതിയ 2 നോവലും വെളിച്ചം കാണാൻ അന്നത്തെ അവിടുത്തെ അധികാരിവർഗം അനുവദിച്ചിരുന്നില്ല. അധികാരിവർഗം എന്ന് പറയുമ്പോൾ ഇവര് ചോദ്യം ചെയ്യുന്നത് നിരന്തരമായി സാമൂഹ്യമായ ജീവിത പശ്ചാത്തലങ്ങളെയായിരുന്നു. അന്ന് ബംഗ്ലാദേശ് നിലനിന്നിരുന്ന, ആദ്യം അവര് ഇന്ത്യയിൽ നിന്നും കുറച്ചുകൂടെ ഭേദമായിരിക്കും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ പോകുന്നു. പാകിസ്ഥാൻ തന്നെ അവരെ ഭയങ്കരമായി പീഡിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് സാമ്പത്തികമായി അവർ ഞെരുക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിനകത്ത് സമരം ചെയ്ത് വേറൊരു രാജ്യം ഉണ്ടാക്കും. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ്, അങ്ങനെ ഈ 3 പ്രവേശനങ്ങളിലും 3 സാമൂഹ്യ പശ്ചാത്തലങ്ങളിലും അവർ നേരിട്ട പ്രശ്നങ്ങൾ സമാനത ഉള്ളത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ആ ഒരു കുടുംബ പശ്ചാത്തലം, കുടുംബത്തിനുള്ളിൽ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, പലതരത്തിലാണ് പീഡനം. ഒന്ന്, നമുക്കറിയാം, നമ്മുടെ ഒരു പാരമ്പര്യം, നമ്മുടെ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി. ആ സാമൂഹ്യ വ്യവസ്ഥയിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒരു പിതാവിനോടും പിതാവിൻ്റെ സഹോദരനോടും, അതുപോലെ തന്നെ അവരുടെ മാതാവ് അവരെ ഇളയ കുഞ്ഞിനെ പ്രസവിക്കുന്ന അതേ സമയത്ത് അവരുടെ മാതാവും പ്രസവിക്കുന്ന ഒരു കുടുംബം, ഒരു ജോയിന്റ് ഒരു കൂട്ടു കുടുംബ സംവിധാനത്തിൽ ഉണ്ടാകുന്ന, കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന ലൈംഗികമായ ചൂഷണങ്ങൾ, ബാല്യകാലത്ത് തന്നെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന കുടുംബത്തിനകത്ത് നിന്നും സംരക്ഷണം കൊടുക്കേണ്ട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചൂഷണം, അത് കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ, ഒരു സഹോദരന് കിട്ടുന്ന ആ പരിഗണനയുടെ 4/1 പോലും സ്ത്രീ ആയിപ്പോയി അല്ലെങ്കിൽ പെൺകുട്ടിയായിപ്പോയി എന്നുള്ളത് കൊണ്ട് നിഷേധിക്കുന്ന ഒരവസ്ഥ, അവരെ 2 സഹോദരന്മാർക്കും കിട്ടുന്ന പരിലാളനം, അവർക്ക് നിഷേധിക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ അത് വളരെ ഹൃദയഭേദകമായി വരികളിലൂടെ അവർ വിശദീകരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് അവര് കോളേജിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വളരെ മതപരമായി വളരെ സങ്കുചിത താല്പര്യമുണ്ടായിരുന്ന ഒരമ്മ, എന്നാൽ അതേസമയം ഡോക്ടറായ അച്ഛൻ, വളരെ കാലത്തിനനുസരിച്ച് ശാസ്ത്രീയ അവബോധത്തോടു കൂടി, എന്നാൽ മതനിഷേധിയല്ല, പരിഷ്കൃത മതവാദിയും അതോടൊപ്പം ശാസ്ത്രീയ സത്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു അച്ഛൻ. പക്ഷെ ആ അച്ഛൻ ശാസ്ത്രീയ സത്യങ്ങൾ അംഗീകരിക്കുമ്പോഴും അദ്ദേഹത്തിന് ആ പാരമ്പര്യമായി കിട്ടിയ പുരുഷാധിപത്യം, പെൺകുട്ടിക്ക് അച്ഛൻ്റെ മുന്നിൽ സംസാരിക്കാൻ കഴിയില്ല, അച്ഛനെ കാണാൻ കഴിയുന്നില്ല, കാണാൻ അനുവാദമില്ല. അമ്മയാണെങ്കിൽ കാലാന്തരത്തിൽ ഒരു പുരോഹിതനുമായിട്ട് ഉള്ള ഒരു ആധ്യാത്മിക അടിമത്വത്തിലേക്ക് പോകുന്നു. അത് തികച്ചും മതപരമായി അവരെ കുടുംബജീവിതത്തെ ഉലയ്ക്കുന്നു. അവർ രാവിലെ തന്നെ ആ ആചാര്യൻ്റെ, വേണമെങ്കിൽ സൂഫി എന്നോ എന്തായാലും പറയാമെന്നുള്ള ആചാര്യൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു, രാത്രി മടങ്ങി വരുന്നു, അച്ഛൻ തിരക്കിട്ട ഡോക്ടർ ജോലിയിലേക്ക് പോകുന്നു. തികച്ചും ഏകാന്തതയിൽ അനുഭവപ്പെട്ട ആ പെൺകുട്ടി ഏകാന്തത അനുഭവിച്ച് സ്വയം ദുഃഖങ്ങൾ തന്നിലേക്ക് തന്നെ കടിച്ചമർത്തി, ആദ്യം പറഞ്ഞതുപോലെ വീട്ടിനകത്ത് തന്നെ സുരക്ഷിതം അല്ലാത്ത ഒരവസ്ഥയിൽ വളരുന്നു. അങ്ങനെ എഴുത്തുകാരിയായി മാറുന്നു. അപ്പോൾ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാലേ എഴുതാവൂ എന്ന് നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്. ഒരു എഴുത്തുകാരൻ എഴുതുന്നത് അങ്ങനെയാണ്. നമുക്കുള്ളിൽ ഒതുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എഴുത്തിലേക്ക് പോകും. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അവരൊരു എഴുത്തുകാരിയായി മാറുന്നത്. അവരെഴുത്തുകളൊക്കെ തന്നെ ആദ്യം എഴുതിയത് ഉപന്യാസങ്ങളായിരുന്നു, എസ്സേസ്. ഈ എസ്സേ എല്ലാം തന്നെ നാട്ടിലുള്ള സാമൂഹ്യ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. സ്ത്രീക്ക് എന്തുകൊണ്ട് കഴിയില്ല, പുരുഷനുള്ളത് എന്തുകൊണ്ട് സ്ത്രീക്ക് കഴിയില്ല, മതം എവിടെയും പറയുന്നില്ല. പക്ഷെ മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞ മതപുരോഹിതന്മാര്
പൗരോഹിത്യത്തിൻ്റെ ഉയർന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു രീതി അത് ലോകത്തെവിടെയുമുണ്ട്. ഇത് വിശിഷ്യ ആ പ്രദേശത്ത് ആ കാലഘട്ടങ്ങളിൽ അവരനുഭവിച്ച ദുരിതം അതീവ ദയനീയമായിരുന്നു. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് ഈ പുസ്തകങ്ങൾ. ആദ്യം കവിത എഴുതി, അത് കഴിഞ്ഞ് ഉപന്യാസങ്ങൾ എഴുതി, നോവലിലേക്ക് വരുമ്പോഴാണ് അധികാരികളുടെ ശ്രദ്ധ. അധികാരികൾ എന്ന് പറയുമ്പോൾ മതനിബദ്ധമായ ഒരു അധികാരി വർഗമാണ് അവരെ നിയന്ത്രിച്ചത്. അവരെ പുറത്ത് സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നതും അവരെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മോചനം അവരാദ്യം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ കഴിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് അവർ പ്രതീക്ഷിച്ചു. അപ്പോൾ അവർ മനസ്സിലാക്കിയത് എവിടെയായിരുന്നാലും പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്. സ്ത്രീയുടെ പ്രശ്നം ആസ്ട്രേലിയയിലായാലും കേരളത്തിലായാലും അമേരിക്കയിലായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏറ്റക്കുറച്ചിൽ മാത്രമേ ഉണ്ടാകാം. ഏറ്റക്കുറച്ചിൽ മാത്രം കാണുന്ന ഒരു വലിയ പ്രതിഭാസമാണ് സ്ത്രീയോടുള്ള അവഗണന, സ്ത്രീയോട് കാണിക്കുന്ന ക്രൂരത, ആ ജന്മത്തിന് കൽപ്പിക്കുന്ന വിവേചനം. അപ്പം അങ്ങനെയാണ് ആദ്യത്തെ 2 നോവലുകളും വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. 3ാമത്തെ നോവലാണ് ലജ്ജ. ലജ്ജ എന്ന നോവലാണ് ഷെയിം എന്ന് പറഞ്ഞിട്ട് വേൾഡ് ഭാഷകളിലൊക്കെ പരിവർത്തനം ചെയ്യുകയും ഏകദേശം 20ഓളം ഭാഷകളിലേക്ക് അത് പരിവർത്തനം ചെയ്യുകയും നിർഭാഗ്യവശാൽ അതിൻ്റെ പ്രസിദ്ധീകരണം കഴിഞ്ഞ് 3 മാസത്തിനകത്ത് അത് ബംഗ്ലാദേശ് സർക്കാർ നിരോധിക്കുന്നു. പക്ഷെ നിരോധിക്കുന്ന സമയത്ത് 50,000-ലേറെ കോപ്പികൾ വിറ്റുപോയിരുന്നു. ഒരു പുസ്തകം നിരോധനത്തിൻ്റെ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഇത്രയും പുസ്തകം ആളുകൾ കാശ് കൊടുത്ത് മേടിച്ച് വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ വീക്ഷണങ്ങളോട്, ഇവരുടെ താല്പര്യങ്ങളോട്, ഇവർ ഉയർത്തിയ ആദർശങ്ങളോട്, അല്ലെങ്കിൽ ഇവർ പ്രഖ്യാപിച്ച സാമൂഹിക പരിവർത്തന യുദ്ധോത്സുകതയോട് ആ സമൂഹം പ്രതികരിച്ചിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവരെ ജീവചരിത്രം എഴുതാൻ തുടങ്ങുന്നത്. അതാണ് വളരെയധികം ഭൂകമ്പം ഉണ്ടാക്കിയത്. അതിങ്ങനെ ചെറുതായിട്ടേ പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ. ആദ്യം എഴുതിയിടത്തോളം 1ാം ഭാഗം പ്രസിദ്ധീകരിച്ചു. 1ാം ഭാഗമാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിച്ച ഈ എൻ്റെ പെൺകുട്ടിക്കാലം. പക്ഷെ 2, 3, 4, 5, 7 ഭാഗങ്ങൾ എഴുതി. നിർഭാഗ്യവശാല് ഈ 7 ഭാഗവും അവരുടെ നാട്ടിൽ അവർക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല 1ാം ഭാഗം, അതായത് 92-ല് 1ാം ഭാഗം അവർ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ തന്നെ അവരെ ഫത്വ പുറപ്പെടുവിക്കുകയും അവരെ തലയ്ക്ക് വിലയിടുകയും ചെയ്യും. അപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് MBBS പൂർത്തിയാക്കി കഴിഞ്ഞൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ ഒരു ഗൈനക്കോളജി ക്ലിനിക്കിൽ ജോലി ചെയ്യുകയാണ്. അവിടെ വരുന്ന സ്ത്രീകളുടെ അനുഭവം, ചെറിയ പ്രായത്തിൽ അമ്മയാകേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണിയാലൊടുങ്ങാത്ത ദുരിതങ്ങൾ. ആ അമ്മ പ്രസവിക്കുന്നതിന് മുമ്പ് അവരെ കൂടെ തന്നെ വേറെ അടുത്ത ഭാര്യയായി ഭർത്താവ് വേറെ ആളിനെ കൊണ്ടു. അതും 2ഉം 3ഉം ഭാര്യമാർ. 1ാം ഭാര്യയുടെ കാലഘട്ടം 2ാം ഭാര്യ വരുന്നതോടെ അവസാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകുന്നു. കുട്ടികൾക്ക് ലഭിക്കുന്ന അവഗണന, പരിഗണന തുടങ്ങി വളരെ ഹൃദയഭേദകമായ അനുഭവങ്ങളാണ് രോഗികളിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. അതും കൂടെയായി അവരടുത്ത ശ്രമം 2ാം ഭാഗം എഴുതണം എന്നുള്ള ശ്രമം വരുമ്പോഴാണ് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഒരു രാജ്യം വിടുന്നു. 10 വർഷത്തോളം യൂറോപ്പിൽ പല രാജ്യങ്ങളിലും അമേരിക്കയിൽ ഉൾപ്പെടെ അവർ അഭയം തേടി സഞ്ചരിക്കുന്നു. അതിനിടയിൽ തന്നെ അവർ 2ാമത്തെ നോവല് പബ്ലിഷ് ചെയ്യപ്പെടുന്നു. അത് ഫ്രഞ്ച് സാഹിത്യത്തിൽ വളരെയധികം ചലനമുണ്ടാക്കിയ ഒരു നോവലായിരുന്നു. ആ ഫ്രഞ്ച് ലവർ എന്ന് പറയുന്ന നോവൽ. ആ 2 നോവലുമായപ്പോൾ അവർ സാഹിത്യ ലോകത്ത്, സഹൃദയ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു. ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ ഡൽഹിയിൽ വരുന്നു. ആദ്യം വന്നത് വെസ്റ്റ് ബംഗാളിലാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ഈറ്റില്ലമാണ് വെസ്റ്റ് ബംഗാൾ. നമ്മുടെ ഭാരതീയ സാഹിത്യത്തിൽ വളരെ പരിവർത്തനത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ ശങ്കുലി കുറിച്ച നാടാണ്. ടാഗോറിൻ്റെ നാടാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നാടാണ്. ഉപാധ്യായയുടെ നാടാണ്. അപ്പം എല്ലാവരും വിചാരിച്ച അവിടെയായിരിക്കും. പക്ഷെ അവിടെ പോയപ്പോഴും കാര്യങ്ങൾ അത്ര ഭംഗിയായിരുന്നില്ല. കുറച്ചുകൂടെ വഷളാവുകയാണ് ചെയ്തത്. കാരണം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. സർക്കാരൊക്കെ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാതെ അവരെ അക്രമികൾക്ക് വിട്ടുകൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ അവർ ഡൽഹിയിലേക്ക് താമസം മാറുന്നു. ഡൽഹിയിൽ സ്ഥിരതാമസമായി. എനിക്ക് തോന്നുന്നു 63 വയസ്സാവും ഇപ്പോൾ. ഇപ്പോഴും ആ സാഹിത്യ രംഗത്ത് അവരുടെ പ്രവർത്തനം തുടരുന്നു. അവരെ 7 ജീവചരിത്ര ഭാഗങ്ങളും ഒരുമിച്ച് പല പ്രസിദ്ധീകരണങ്ങളും വിദേശ പബ്ലിഷിംഗ് കമ്പനികളും ഏറ്റെടുക്കുകയും അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം സാഹിത്യ രംഗത്ത്
ചിരപ്രതിഷ്ഠ നേടി അവർ നിൽക്കുന്നത്. അപ്പം നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം ഈ എഴുത്തുകളിലൂടെയും അവരുടെ നിരന്തരമായ പ്രക്ഷോഭങ്ങളിലൂടെയും അവരൊരു ഒറ്റയാൻ പോരാളിയാണ്. അവർ നടത്തുന്ന ഈ ഇതിൽ പങ്കുചേരാൻ സഹൃദയ ലോകം തയ്യാറാകേണ്ടതുണ്ട്. അവർ വയ്ക്കുന്ന ഈ സന്ദേശം, ആ സന്ദേശത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ അവരെ ഓരോ അനുഭവങ്ങളും പറയാൻ നമുക്ക് സമയമില്ലാത്തതിന് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അവരെല്ലാ കാര്യങ്ങളും എണ്ണി 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 പറയുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർ അഭിമുഖീകരിച്ച ഓരോ പ്രശ്നങ്ങളും, അതിന് പലപ്പോഴും മതത്തിൻ്റെ മേലങ്കിയാണുള്ളത്. പക്ഷെ അതിനൊക്കെ തന്നെ ആധികാരികതയില്ലാത്ത, പിന്നാലെ ചേർക്കപ്പെട്ട, പൗരോഹിത്യം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒത്തിരി ന്യായാസനങ്ങളാണ് അവർക്ക് നേരെ പടവാളെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എഴുത്തുകാർ കാലത്തിനാവശ്യമാണ്, കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നവരാണ്. ഈ പുസ്തകം വായിച്ചിരിക്കേണ്ടതാണ്. അതിൽ പറയുന്ന സന്ദേശം വിലപ്പെട്ടത് തന്നെയാണ്. ഈ നാടിനും വളർന്ന തലമുറയ്ക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം അങ്ങനെ പുസ്തകത്തിനകത്തോട്ട് കിടക്കാൻ സമയപരിമിതി അനുവദിക്കാത്തത് കൊണ്ട് ഞാനത് ഈ വിഷയം തൽക്കാലം ഇങ്ങനെ ആമുഖത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിൽ പറയുന്ന അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള പലരും വളരെ പരിണിതപ്രജ്ഞരായ സാഹിത്യ ലോകത്ത് പരിചിതരാണ്, അവർ വായിക്കുന്നവരാണ്, അറിയുന്നവരാണ്. അപ്പോൾ എന്തായിരുന്നാലും അവരിൽ നിന്ന് കേൾക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടി ഞാൻ എൻ്റെ ഈ ഹ്രസ്വമായ ഈ അവതരണം ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു സുരേന്ദ്രനാഥ് സാർ. വളരെ ഗംഭീരമായി അത് ഒരു പുസ്തകത്തെ സംബന്ധിച്ച് വളരെ വനിതകളിൽ വളരെ കുറച്ച് പേര് മാത്രം സാഹിത്യ ലോകത്തുള്ളതും പ്രത്യേകിച്ച് ഈ വിഭാഗത്തിൽപ്പെട്ടവർ വളരെ കുറച്ചുള്ളതും ആയ ആ അവസരത്തിൽ വളരെ തീവ്രമായ വിഷയമായി മുന്നോട്ട് വന്ന തസ്ലീമ നസ്രീൻ എന്ന സ്ത്രീയുടെ സാഹിത്യ സംഭാവനയെ ഇത്ര കൃത്യമായി വിലയിരുത്തിയ, അതോടൊപ്പം അതിൻ്റെ ഉള്ളുകളികളെ സംബന്ധിച്ച് സൂചന നൽകുകയും വീണ്ടും വായിക്കാത്തവർക്ക് കൂടി അത് വായിക്കാനുള്ള പ്രചോദനം നൽകുകയും ചെയ്തതിന് പ്രത്യേകം നന്ദി അവതരിപ്പിക്കട്ടെ. ഞാൻ നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അവലോകനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. അദ്ദേഹം പുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചിട്ടില്ല, എന്താണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് വളരെ ഉപരിവിപ്ലവമായിട്ട് തന്നെ സ്പർശിച്ചു പോയപ്പോഴും നമുക്ക് പലതും കിട്ടുകയും ചെയ്തു. അത് വളരെ സമർത്ഥമായതാണ് ചെയ്തിരിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാനുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് പ്രൊഫസർ ഫിലിപ്പ് കല്ലട സാറിനെയാണ് ക്ഷണിക്കുന്നത്. ഫിലിപ്പ് കല്ലട സാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ ശ്രദ്ധയോടെ സുരേന്ദ്രൻ സാറിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു 3-4 വർഷങ്ങൾക്ക് മുൻപേ ഈ പുസ്തകത്തെക്കുറിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം വന്നിരുന്നു, ഒരു ഉപന്യാസം പോലെ. തസ്ലീമ നസ്രീൻ എന്ന ഈ സ്ത്രീയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അക്കാലത്ത് ബംഗ്ലാദേശും പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആകുകയും ബംഗ്ലാദേശ് പിന്നീട് ഒറ്റയ്ക്കുള്ള ഭരണത്തിൽ ഒരുപാട് ബഹളങ്ങളൊക്കെ നാട്ടിൽ നടക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് അതിൽ പറഞ്ഞത്. അങ്ങോട്ട് മാത്രമല്ല, യൂറോപ്പിലേക്കും ഇന്ത്യയിലേക്കും അനേകായിരങ്ങൾ ഇന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ബംഗാളികളായിട്ടുള്ള 35 ലക്ഷം പേരിൽ 20 ലക്ഷം പേരും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണെന്നാണ് പുതിയ കണക്ക് പറയുന്നത്. അങ്ങനെ വളരെ സങ്കുചിതമായ അനുഭവങ്ങളിലൂടെ മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു മുസ്ലിം രാജ്യമാണ് ഇപ്പോഴും അത്. അവിടെ പുരോഗതിയുണ്ട്, അതുണ്ട്, ഇതെന്ത് എന്നൊക്കെ നമ്മൾ പറയും. അതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ബംഗാൾ സംസ്ഥാനം വളരെ കാലം പുരോഗതി ഇല്ലാതെ കടന്നു എന്നുള്ളതും നമുക്കറിയാം. അതുകൊണ്ടാണ് അവിടെ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് തെക്കേ വരുവാനുണ്ടായ കാരണം. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ജാതിയുമായിട്ട് പറയുന്നത് ശരിയല്ല എങ്കിലും ഞാൻ പറയുകയാണ്, ഏറ്റവും അടിമത്തം നിൽക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. അനേക വർഷങ്ങൾക്ക് മുമ്പ് കുമാരനാശാനൊക്കെ എഴുതുന്ന കാലത്ത് ആണ് താഴ്ന്ന ജാതിയെക്കുറിച്ച് വളരെ വിഷമകരമായ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായി. ആ അനുഭവത്തിനൊക്കെ നമ്മൾ പാഠം പഠിച്ചു, അവരെ ഉൾക്കൊണ്ടു. നമ്മുടെ സമൂഹം പുരോഗമിച്ചപ്പോഴും ഈ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചുള്ളത് അത് ഇന്നും നയിക്കുന്നത് അവരുടെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന അർഫിമാരാണ്, സൂഫിമാരാണ്. അവർ പറയുന്നതിനപ്പുറം അവരൊരിക്കലും കേൾക്കാൻ സമ്മതിക്കുകയുമില്ല. അവരുടെ പിടിയിലാണ് ലോകത്തിലെ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളിൽ നിൽക്കുന്നത്. ഓരോ രാജ്യത്തും ലക്ഷക്കണക്കിന് അവരുണ്ട്, നമ്മുടെ നാട്ടിൽ പോലുമുണ്ട്. അവർ പറയുന്നതിനപ്പുറം അവർക്ക് ആർക്കും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈ ഒരു അനുഭവത്തിൽ അവിടെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരു 5ാം ക്ലാസ്സിനപ്പുറമുള്ള വിദ്യാഭ്യാസം കൊടുത്തിരുന്നില്ല. 75 മുതൽ 78 വരെ ഞാൻ പഠിപ്പിച്ചിരുന്നത് കാസർഗോഡുള്ള ഒരു തൻബീഹുൽ ഇസ്ലാം സ്കൂളിലാണ്.
ആ സ്കൂളെന്ന് പറയുന്നത് ഒരു 10-30 വീട്ടിലെ കുട്ടികളേ ഉള്ളൂ. 2000 കുട്ടികളോളം ഉണ്ട്. ഓരോ വീട്ടിലും ഓരോ പിതാവിനും 2-3 ഭാര്യമാർ കാണും. ഒരുപാട് കുട്ടികൾ കാണും. ആ കുട്ടികളൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കും. ഒരു പക്ഷേ അന്നൊക്കെ വിദേശത്തേക്ക് അറബി നാടുകളിലേക്ക് പോകാൻ സാഹചര്യമുള്ളതുകൊണ്ട് കുറേ പേര് പോയി. അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും പെൺകുട്ടികളെ 7ാം ക്ലാസ്സിന് മുൻപോട്ട് 8ാം ക്ലാസ്സിലില്ല. 8ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ പോലും ക്ലാസ്സിൽ മുസ്ലിങ്ങളെ കാണാനില്ല. ആ ഒരു അനുഭവം ഒരു 2000 വരെ നിലനിൽക്കുന്നു. ഇപ്പോഴത്തെ എനിക്ക് അനുഭവം അറിയില്ല അവിടെ. ഈ ഒരു അനുഭവത്തിലൂടെയാണ് ലോകത്തിലെ മുഴുവൻ മുസ്ലിം സമൂഹം ഇപ്പോഴും കടന്നു പോകുന്നത്. അത് സമർത്ഥരും വിവരമുള്ളവരും ഡോക്ടർ ഒക്കെ ആയിട്ടുള്ളവരുടെ മക്കൾ മാത്രം കുറച്ച് പേരെ പഠിച്ചെന്നാൽ നമ്മുടെ ഈ തെക്കൻ തിരുവിതാംകൂറിലുള്ള മുസ്ലിം കുടുംബത്തിലെ നല്ല ഹൈ ക്ലാസ് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു അനുഭവം ഒരുപാട് പേർക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. തസ്ലിമയുടെ അതേ അനുഭവത്തിലൂടെ അവർ ധൈര്യശാലിയായ ഒരു പെൺകുട്ടി ആയതുകൊണ്ടും പോകുവാൻ തൻ്റെ ഇടം കാണിച്ചതുകൊണ്ടും അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. മാത്രമല്ല, എഴുത്ത് ജീവിതത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു അവർക്ക്. എഴുത്തിലൂടെ ആദ്യം കുറേ കഷ്ടപ്പാടുണ്ടായി. അവരുടെ പുസ്തകങ്ങളൊന്നും നിരോധിച്ചു. അവർക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ അവരെ സഹായിക്കുവാൻ യൂറോപ്യൻ നാടുകളിലും മറ്റും ആൾക്കാർ വന്നപ്പോൾ അവരതിനെ ഒരു ആയുധമാക്കി എടുത്തു. ആ ആയുധം അവർക്ക് വളരെ പ്രിയപ്പെട്ടതായി. വായനക്കാരെ അത് ഉത്തേജിച്ചു. കാരണം അവരുടെ ജീവിതം അത്ര തീവ്രമായിരുന്നു. ആ തീവ്രതയുടെ ഒരു നല്ല അവതരണം സുരേന്ദ്രൻ സാർ തന്നു. ആ പുസ്തകം എനിക്ക് വായിക്കാൻ സാധിച്ചില്ല, കിട്ടിയിട്ടില്ല. വായിച്ചു കഴിയുമ്പോഴേ ബാക്കി കാര്യങ്ങൾ, അതിലെ വിവരങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കൂ. ഇത്രയും അവതരണം കൊണ്ട് തന്നെ ആ പുസ്തകത്തോടുള്ള താല്പര്യം. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള പ്രത്യയശാസ്ത്രത്തിന് അടിമപ്പെട്ട് മതങ്ങളുടെ ആ വേലിക്കെട്ടുകൾ അത് തീർച്ചയായിട്ടും ആവശ്യമില്ലാത്തതാണ്. ഒരു ആധുനിക സമൂഹത്തിന് പറ്റുന്നതല്ല, കൊള്ളത്തില്ല എന്നുള്ള ഒരു അറിവ് അവർക്ക് ലഭിക്കുകയും മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറഞ്ഞതുപോലെ അവർ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആഗ്രഹിച്ചു, മോഹിച്ചു. അവരെഴുത്തിൽ കൂടെയും അവരുടെ ജീവിതാനുഭവങ്ങൾ അവരെ പഠിപ്പിച്ചതിൽ നിന്നും അവർ അത് മനസ്സിലാക്കി. ആ സ്വാതന്ത്ര്യം മറ്റുള്ളവരും അറിയണമെന്നുള്ള ആഗ്രഹത്തിൽ അവർ എഴുതി തുടങ്ങി. നേരത്തെ സുരേന്ദ്രൻ നായർ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുമ്പോഴാണ് അത് കവിതകളായിട്ടും കഥകളായിട്ടും പുറത്തേക്ക് വരുന്നത്. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവരുടെ ആ ഇച്ഛ, ആ മോഹം, അത് ദുഃഖത്തോടു കൂടിയെങ്കിലും അനുഭവ സാക്ഷ്യങ്ങളുടെ വിവരണത്തിൽ അവർ ദുഃഖത്തോടു അവർ മറ്റുള്ളവരിലേക്ക് പകർത്താൻ കാണിച്ച ആ ശ്രമം, ആ സ്വാതന്ത്ര്യ കുതുകി, ആ സ്വാതന്ത്ര്യ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിച്ചത്. ഒരുപാട് നേരത്തെയുള്ള പല ആൾക്കാരും ഈ രംഗത്ത് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ജീവിതാനുഭവങ്ങളും കൂടെ കൂട്ടിക്കലർത്തിയുള്ള അവരുടെ കഥകളും അവരുടെ ലേഖനങ്ങളും അവരുടെ ആഖ്യാനങ്ങളും അവരുടെ സ്പീച്ചും എല്ലാം ഒരു പ്രത്യേക ഒരു പേഴ്സണൽ കൺവിക്ഷൻ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഒരുപക്ഷെ ഇനിയും അങ്ങോട്ട് അവർ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന, അതായത് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന അസമാധാനങ്ങൾ, മതത്തിൻ്റെ പേരിൽ നടക്കുന്ന വൈരമായിട്ടുള്ള ബുദ്ധികൾ ഒന്ന് തണുപ്പിക്കുന്നതിനും, അതല്ല മനുഷ്യൻ്റെ ഏറ്റവും ആധാരശില അതിലായിരിക്കരുത് എന്ന് മനുഷ്യനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ആ എഴുത്തുകാരിയെ, ധീരയായ ആ എഴുത്തുകാരിയെക്കുറിച്ച് സുരേന്ദ്രൻ നായരുടെ ആ ഒരു പുസ്തക പരിചയം, അദ്ദേഹത്തിൻ്റെ വൊക്കാബുലറി, അദ്ദേഹത്തിൻ്റെ ആ വാഗ്ധോരണിയുടെ വാഹനത്തിൽ ഞങ്ങളെ കയറ്റി ഒരു വലിയ സഞ്ചാരം നടത്തി ഞങ്ങൾക്ക് ഈ പുസ്തകം ഇത്ര നല്ല രീതിയിൽ പരിചയപ്പെടുത്തി തന്നതിൽ ഒത്തിരി സന്തോഷം. ഇനിയും തുടർന്ന് ഇതുപോലുള്ള നല്ല ആൾക്കാരെ പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ തന്നെ രചനകൾ ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ ചർച്ച ചെയ്യാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു ടി എൻ സാമുവൽ സാർ. ഈ അവതരണത്തെ സംബന്ധിച്ച് ഇതിലും ഭംഗിയായി എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ സത്യത്തിൽ സ്വർണ്ണ വാക്കുകളാണ്.
അതോടൊപ്പം അവസാനത്തെ അത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് രചനാ സൗകുമാര്യത്തിൽ ഞങ്ങളെ അടിമുടി അങ്ങ് കൊണ്ടെത്തിച്ച, ഞങ്ങളെ ഒരു ഞടുക്കത്തോടെ എത്തിച്ചതിലുള്ള സന്തോഷം ഇവിടെ അറിയിച്ചു. സത്യത്തിൽ വളരെ ഗംഭീരമായ അവതരണം. പ്രത്യേകം നന്ദി ജെൻ സാമുൽ സാറിനെ അറിയിക്കുന്നു. അടുത്തതായി ഞാൻ പൊന്നിപ്പുള്ള ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വിഷു ആശംസകളും നേരുന്നു. 1-2 പ്രാവശ്യം എന്റെ ശബ്ദം ഇന്ന് തന്നെ നിങ്ങൾ കേട്ടതാണ്. എന്റെ പെൺകുട്ടിക്കാലം എന്നുള്ള നസ്രീമയുടെ നോവലൊന്നും ഞാൻ വായിച്ചില്ല. ഞാൻ വലിയ പണ്ടൊക്കെ വായിക്കുമായിരുന്നു പറയട്ടെ, ഇപ്പൊ ഒന്നും വായിക്കാറില്ല. എന്നാലും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു സ്ത്രീ അവഹേളനമാണ് അവരനുഭവപ്പെട്ടത്. എനിക്ക് അല്പം ഇതെന്തെങ്കിലും പ്രതിഷേധങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ സ്വദേശവും സ്വന്തം മാതാപിതാക്കളെയും ഒക്കെ വിട്ടു പോകുകയല്ല, ബംഗ്ലാദേശിൽ നിന്ന് അവിടെ നിന്ന് സ്വീഡനിലേക്ക്, യൂറോപ്പിലേക്കും, അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുള്ളതാണ്. പിന്നെ മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകളെ അവഹേളിക്കുന്നു എന്നുള്ളതിന് അവര് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടില്ല. കാര്യം അവരുടെ തലയും തലമുടിയും ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അതൊക്കെ മനുഷ്യനെ അട്രാക്ട് ചെയ്യുന്നതാണ്. പക്ഷെ അവരെ അങ്ങനെ അവരെ പിന്തള്ളത്തില്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എവിടെയാണ് സ്ത്രീ അവഹേളനം ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഇടയിലുണ്ട്, കേരളത്തിലുണ്ട്. ഇവിടെ തന്നെ നടന്ന 1-2 സംഭവങ്ങൾ നമുക്കറിയാമായിരുന്നല്ലോ. റേച്ചലിന്റെയും മിസ്സസ് മാത്യുവിന്റെയും ഒക്കെ കൊലകള് വെറും ഇൻഷുറൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭർത്താക്കന്മാര് ചെയ്ത ക്രൂരതകളൊക്കെ. അപ്പൊ സ്ത്രീ സമൂഹത്തോടുള്ള ഒരു അവഹേളനം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. ഞാനിതേക്കുറിച്ച് പലപ്പോഴും സ്ത്രീകളോട് സംസാരിച്ചിട്ടുണ്ട്. 2017-ലോ 18-ലോ നേർക്കാഴ്ച എന്ന് പറയുന്ന ഒരു പേപ്പറിൽ ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതി കഴിഞ്ഞിട്ടത് അന്നായിരുന്നു കാശ്മീരിലെ കുതിരയെ പുല്ലുതീറ്റാൻ പോയ ഒരു 7 വയസ്സുള്ള കുട്ടിയെ പൂജാരിയും മറ്റുള്ളവരും കൂടിയിട്ടൊക്കെ കൊന്നതും റേപ്പ് ചെയ്തതും ഒക്കെ അന്നൊക്കെ. ഇത് ലോകവെള്ളപ്പം തൊട്ടതാണ്. അവളെ വളരാൻ സമ്മതിക്കത്തില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാണെങ്കിലും ഇവിടെ തന്നെ ഞാൻ എപ്പോഴും പറയും, ഒരു പ്രസംഗ സമയത്തും മറ്റുമൊക്കെ 8-10 ആണുങ്ങൾ പ്രസംഗിക്കും. ഒരൊറ്റ പെണ്ണിന് പോലും അവിടെ കൊടുക്കാറില്ല അവസരം. അവളെന്താ എഡ്യൂക്കേറ്റഡ് അല്ലയോ? അവൾ അഗ്ലിയാണോ ഒരു സ്റ്റേജിൽ കയറാൻ? അവൾക്ക് മൈക്രോഫോൺ പിടിക്കാൻ കഴിവില്ലയോ? ഇതൊക്കെ ഞാനന്ന് ആ പേപ്പറിൽ എഴുതിയതാണ്. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മള് 1-2 പേര് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചുദാഹരണം ഞാൻ പറയാം. 2006 തൊട്ട് ആ അമ്പലത്തെ ആ നടയിൽ ആ ഹോളിൽ ഇരുന്നുകൊണ്ട് ചമ്പ്രം പടഞ്ഞിരുന്നുകൊണ്ട് മൈക്രോഫോണും ഒന്നുമില്ലാതെ കണ്ണും അടച്ചുകൊണ്ട് സഹസ്രനാമം, ഭഗവാന്റെ 1000 നാമം ഒരു സൺഡേയിൽ. അവിടെ അന്നും എനിക്ക് അവഹേളനം ഉണ്ടായപ്പോ അന്ന് ഞാൻ അവരോട് ഞാൻ പറഞ്ഞതാണ്, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ എനിക്ക് നടക്കാമെങ്കിൽ സൺഡേയിൽ ഞാൻ ഇവിടെ വരും, സഹസ്രനാമം ചൊല്ലും. ആർക്കെങ്കിലും ഒരു നിർത്താമോ എന്ന്. ഇപ്പം 2006 തൊട്ട് 18 നീണ്ട സൺഡേകളിൽ ഞാനത് ഇപ്പം കുറച്ചൊരു സൺഡേ 2-3 സൺഡേ ആയിട്ട് ഒരു ചെറുപ്പക്കാരൻ അയക്ക് കാണാതെ അറിയത്തില്ല വായിക്കാൻ, പുസ്തകത്തിൽ നോക്കിക്കൊണ്ട് മൈക്രോഫോണും എടുത്തുകൊണ്ട് അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ അറ്റൻഷൻ കിട്ടാം. ഇപ്പൊ ഈയിടെയായിട്ട് 2-3 പ്രായമുള്ളവർ പൊന്നു ചേച്ചി നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്തിനാണ് ഇപ്പോഴും അവനെടുക്കുന്നത്? നിന്നെ എന്തിനാണ് അവഹേളിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഭഗവാൻ എന്നെ അവഹേളിക്കാൻ പറ്റത്തില്ല. പക്ഷെ മൈക്രോഫോണിൽ കൂടെ അവന്റെ ശബ്ദമാണ് ഉച്ചത്തില്. അവൻ ചെറുപ്പക്കാരൻ, പക്ഷെ വായിക്കുന്നതും കണ്ണുമടച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുന്നത് ഞാനാണ്. ഇന്നും പാലക്കാട്ടുകാരൻ 86 വയസ്സുള്ള ഒരു മനുഷ്യൻ. അറിയിച്ചുകൊണ്ട് ഞാൻ ജോസഫ് പൊന്നൂരി സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കേരളത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഇപ്പോൾ സിയാറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. അടുത്ത ആഴ്ചയാണ് ഹ്യൂസ്റ്റണിലെത്തുന്നത്. ഇവിടെ ശ്രീ സുരേന്ദ്രൻ നായർ വളരെ ഭംഗിയായ ഭാഷയിൽ തസ്ലീമ നസ്രീൻ്റെ ജീവിതവും കൃതികളും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. തസ്ലീമ നസ്രീൻ ഒരു ഡോക്ടറാണ്, ഫിസിഷ്യനാണ്, എഴുത്തുകാരിയാണ്. അവർ ബംഗ്ലാദേശിൽ ജനിച്ചു. അവസാനം ബംഗ്ലാദേശ് വിടേണ്ടി വന്നു. മുസ്ലിം സമൂഹത്തിൽ നടന്നു വരുന്ന സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ, അവർക്കെതിരായിട്ടുള്ള വിവേചനം, ചൂഷണം, അടിമത്വം,
ഇവയെല്ലാം അവരുടെ കൃതികളിൽ അവർ പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിൽ അവർക്കെതിരായിട്ട് മുസ്ലിം മതമൗലിക സ്ത്രീ തീവ്രവാദികൾ അവർക്കെതിരായിട്ട് ഫാത്വ പ്രകാരം അവരെ വധിക്കാനായിട്ടുള്ള പ്ലാനുകളാണ്. ഇപ്പോഴും അവരുടെ തലയിലെ അവരെ വധ ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ സ്വീഡിഷ് സിറ്റിസൺ ആണെങ്കിലും അമേരിക്ക, ഇന്ത്യ, യൂറോപ്പ്, തായ്വാൻ ഇങ്ങനെ പല രാജ്യങ്ങളിലും ഇവർ മാറി മാറി താമസിക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ സന്ദേശം അത് സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളിനേക്കാളും കൂടുതലായിട്ട് തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലായിട്ട് മതമൗലികത, അതിനെ എതിർത്തുകൊണ്ട് മാനവികതയുടെ പ്രാധാന്യം, അതാണ് അവർ ഊന്നിപ്പറയുന്നത്. അവരുടെ കൃതികളെല്ലാം വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, പക്ഷേ അതിനെപ്പറ്റിയുള്ള ചുരുക്കം ചില ലേഖനങ്ങളും മറ്റും വായിക്കാനിടയായി. ലജ്ജ, അത് ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായിട്ട് ബംഗ്ലാദേശിൽ നടത്തിയ വധങ്ങൾ, അതിനെ ഇരയായി തീർന്ന ഒരു കുടുംബത്തെ പറ്റിയാണ്. അതിനുശേഷം അതിൻ്റെ ഒരു സീക്വലായിട്ട് ഷെയിംലെസ്, ലജ്ജ അല്ലെങ്കിൽ ഷെയിം എന്ന കൃതിക്കപ്പുറം ഷെയിംലെസ്, അതിൻ്റെ ഇരയെപ്പറ്റി കൽക്കട്ടയിലെ അവരുടെ ജീവിതത്തെ പറ്റി വീണ്ടും അവരെഴുതിയുണ്ടായി, ഷെയിംലെസ് എന്ന് പറഞ്ഞ്. ഇതിലെല്ലാം അവരുടെ മാനവികതയാണ് ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. തീവ്രവാദം ഇവരെ പോലെ തന്നെയാണ് സൽമാൻ റഷ്ദിയും ഇന്ത്യയിൽ ജനിച്ചതാണ്. തസ്ലീമ നസ്രീൻ ബംഗ്ലാദേശിൽ ജനിച്ചു, അവരും ഫിസിഷ്യനായിരുന്നു. സൽമാൻ റഷ്ദിയും ഒരു ഡോക്ടറായിരുന്നു, ഫിസിഷ്യനായിരുന്നു. അദ്ദേഹവും സമൂഹത്തിൽ നടന്ന ചൂഷണങ്ങളും പ്രശ്നങ്ങളും മതമൗലികതയും അതിനെപ്പറ്റിയെല്ലാം എഴുതി. സേറ്റാനിക് വേഴ്സസ് അത് ബാൻ ചെയ്തു. അവസാനം അദ്ദേഹവും നാട് വിടേണ്ടതായിട്ട് വന്നു. UK-യിലും യൂറോപ്പിലും മറ്റുമായിട്ട് അദ്ദേഹം ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. 2022 ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മേൽ ഒരു വധശ്രമം നടന്നു. 11-12 കത്തിക്കുത്തുകൾക്ക് ഇരയായി, എങ്കിലും അദ്ദേഹം ജീവിച്ചു. അപ്പം ഈ രണ്ട് എഴുത്തുകാരും അവരുടെ ധൈര്യവും ഈ വധശ്രമവും വധഭീഷണിയും നേരിടുമ്പോൾ തന്നെയും അവരുടെ പേന ചലിപ്പിച്ച് സമൂഹത്തിൽ നടക്കുന്ന ആ ചൂഷണങ്ങളും പ്രശ്നങ്ങളും പുറത്തു കൊണ്ടുവരുവാനും മാനവികത അതിനുവേണ്ടി വാദിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന ധൈര്യം, അത് തന്നെയാണ് അവരുടെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശവും നമ്മളെ പ്രചോദിപ്പിക്കുന്നതും. ഈ വിഷയം അദ്ദേഹം ഈ എഴുത്തുകാരിയെ പറ്റിയും തീവ്രവാദത്തെ പറ്റിയും മതമൗലികതയെ പറ്റിയും സ്ത്രീകളുടെ വിവേചനവും ചൂഷണവും അടിമത്വവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിച്ച ശ്രീ സുരേന്ദ്രൻ നായർക്ക് പ്രത്യേക നന്ദി. തീവ്രവാദം തീർച്ചയായിട്ടും സമൂഹത്തിലെ ലോകം എമ്പാടും ഒരു പ്രശ്നമാണ്. മതമൗലികത ഒരു പ്രശ്നമാണ്. മതം എന്നാൽ എന്താ? മാനവികത ഇല്ലാത്ത മതം, അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് എന്താണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഈ ലേഖനം, ഈ അവതരണത്തിന് പ്രത്യേകം ശ്രീ സുരേന്ദ്രൻ നായർക്ക് നന്ദി. നമസ്കാരം. താങ്ക് യു ജോസഫ് പൊന്നോലി സാർ. വളരെ വളരെ ഗുരുതരമായ ഒരു വിഷയം, സ്ത്രീ വിഷയം മാത്രമല്ല, സ്ത്രീകളുടെ ധാരണാവസ്ഥ മാത്രമല്ല, ഒരു തീവ്രവാദ വിഷയങ്ങൾ ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടെന്നും അതിനെ നമ്മൾ സന്ദേഹപൂർവ്വം സമീപിക്കണമെന്നുമുള്ള കൃത്യമായ കണ്ടെത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നു. അതൊരു ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണെന്നും അതിനെ സംബന്ധിച്ച് ഇത്ര ആഴത്തിൽ ഇത്ര ഗഹനമായിട്ട് അദ്ദേഹത്തിന് ധാരണയുണ്ട് എന്നുള്ളതിനുള്ള അത്ഭുതം തോന്നുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചിന്തിക്കുന്നവരുണ്ടാവട്ടെ, സമൂഹത്തിലുണ്ടാവട്ടെ. നമ്മുടെ മലയാളം സൊസൈറ്റിക്ക് ഇതൊരു മുതൽക്കൂട്ട് തന്നെ. അദ്ദേഹത്തിന്റെ ഭാഷ്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഷ്യമായി എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കൃത്യമായ സന്തോഷം അറിയിക്കട്ടെ. ഞാൻ അടുത്തതായിട്ട് ജോർജ് മണ്ണിക്കോരട്ട് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജോർജ് സാർ.
ജോർജ് സാർ. പ്രസിഡന്റ് ജോർജ് സാർ. ഇത് മൈക്രോഫോൺ ഓഫായിരുന്നു. ഓക്കെ. അന്താരാഷ്ട്ര ലെവലിലുള്ള ഒരു എഴുത്തുകാരിയെ കൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിന് സുരേന്ദ്രൻ നായർക്ക് ആദ്യമായിട്ട് അഭിനന്ദനം അറിയിക്കട്ടെ. വളരെ സുന്ദരമായ ഭാഷയിൽ ആർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ പെട്ടെന്ന് എത്രയായാലും അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശങ്ങൾ, അദ്ദേഹം ഈ പുസ്തകത്തിനോട് പരിചയപ്പെടണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം, സ്വാഭാവികമായിട്ടും സാഹിത്യ രംഗത്ത് ഒത്തിരി സംഭാവനകൾ നൽകിയ ജോർജ് സാറ് അതിനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തക്കതായ രീതിയിൽ അദ്ദേഹം ഇതിനൊരു മൂല്യം, ഈ ചർച്ചയ്ക്ക് ഒരു മൂല്യമുണ്ടായി എന്നുള്ളതിലുള്ള സന്തോഷം കൂടി ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി ജോസഫ് തച്ചാര. എന്റെ പെൺകുട്ടിക്കാലം, സുരേന്ദ്രൻ നായർ. ഇത് സ്ത്രീകളുടെ പ്രശ്നമെന്നോ മതത്തിന്റെ പ്രശ്നമെന്നോ അങ്ങനെയൊന്നും അല്ല ഇത് കാണണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബംഗ്ലാദേശിലെ ഒരു സ്ത്രീയാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അവിടെ അവര് അവഗണന അനുഭവിച്ചിട്ട് അവര് ബംഗാളിൽ വന്ന് താമസിച്ചേക്കാം എന്ന് വിചാരിച്ചപ്പോൾ ബംഗാളിലും അവർക്ക് അവഗണനയുണ്ടായി. ഇത് ലോകത്തിലെ മൊത്തം ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ക്ലിന്റന്റെ ഭാര്യ ഇവിടെ ഇലക്ഷൻ മത്സരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ട് ഒരു സ്ത്രീയല്ലേ, അവരെ ഇവിടെ അമേരിക്കക്കാരൊന്നും ജയിപ്പിച്ചു വിടാൻ പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങള് ഈ ലോകമുള്ളപ്പം പോലെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. ആദ്യകാലങ്ങളിൽ സ്ത്രീകൾക്ക് ഒത്തിരി ബഹുമാനം കൊടുത്തിരുന്നു മനുഷ്യര്. സ്ത്രീകളായിരുന്നു ആദ്യകാല ദൈവങ്ങളെല്ലാവരും തന്നെ. അപ്പൊ അങ്ങനെ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാൻ കാരണം അതൊരു മനുഷ്യത്വം കൊണ്ടൊന്നുമല്ല. സ്ത്രീകൾ പ്രസവിക്കുന്നു, അതൊരു അജ്ഞാതമായ ഒരു സംഭവമാണ് എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ആർക്കും അറിയാൻ മേല ഈ സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ പ്രസവിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരു വലിയൊരു മതിപ്പ് കൽപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീട് ശാസ്ത്രീയമായി വിവരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ആണുങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ ഈ പെണ്ണുങ്ങളെയൊക്കെ പ്രസവിക്കാൻ പറ്റുള്ളൂ. അവിടെ മുതലാണ് ആണുങ്ങൾക്ക് ഒരു മേധാവിത്വം ഉണ്ടാകുന്നത്. ഈ മേധാവിത്വം അവര് എങ്ങനെയും പിടിച്ചു നിർത്താനായിട്ട്, നിലനിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്ത്രീകള് പുരുഷന്മാരെക്കാൾ വളരെ വളരെ മേലെയാണ്. അവര് ഇവരുടെ കയ്യിൽ നിന്ന് ഈ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പുരുഷനൊന്നും അല്ലാതെ. അതാണ് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം. ഞാൻ ഈ തസ്ലിമ നസ്രിനെ പറ്റി വായിച്ചിട്ടുണ്ട്. അവരുടെ ഒരു കവിത ഞാൻ വായിച്ചായിരുന്നു. ഒരു തർജിമയുടെ പ്രശ്നം കൊണ്ടാണോ അത് എഴുതിയതിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് അന്ന് ആ കവിത അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് അവരുടെ കൃതികൾ മോശമാണെന്നൊന്നും അല്ല ഞാനിപ്പോ പറയുന്നത്. ഇതിപ്പം ഈ ഇന്നും ഇപ്പോഴും ഈ കുരങ്ങുകൾ തമ്മിൽ വഴക്കുണ്ടായാൽ അതില് ഈ കുരങ്ങുകള്, ആൺകുരങ്ങുകൾ ഒരു ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പിനെ കാണുമ്പോൾ അടിവിടും. അന്നേരം പെണ്ണുങ്ങൾ എന്നാണ്, ഈ പെൺകുരങ്ങുകൾ എന്നാണ് അതില് ശാന്തത ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു വൈഭവം ഉള്ള ഒരു വലിയൊരു വിഭാഗമാണ് സ്ത്രീകൾ. അത് ഇന്നല്ലെങ്കിൽ നാളെ ആളുകളൊക്കെ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു തച്ചാറ. സ്വന്തം തനത് ശൈലിയിൽ നർമ്മ രീതിയിൽ അദ്ദേഹത്തിന്റെ അവതരണം വളരെ രസകരമായിരിക്കുന്നു. വളരെ ഗൗരവതരമുള്ള സംഭാഷണങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകതയുണ്ട്.
ഗോത്രവർഗ കാലഘട്ടത്തിൽ വനിതകൾക്കുണ്ടായിരുന്ന ദേവസങ്കല്പവും അതോടൊപ്പം ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സൂചനയും പറഞ്ഞു പോയത് ശാസ്ത്രീയമാണ്. കാലത്തിന് പഴയ കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് സത്യവുമാണ്. എന്തായാലും വളരെ രസകരമായിരുന്നു. പ്രത്യേകം നന്ദി. ഞാൻ അടുത്തതായിട്ട് അബ്ദുൽ പൊന്നിയൂർക്കര സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ വിഷുവാണില്ലേ, വിഷുവിന്റെ നമസ്കാരം വേറെ ഉണ്ട്, ആശംസ. അത് കൂടാതെ പിന്നെ വിഷുവാശംസകൾ. കുഞ്ഞുമ്പിള്ളക്ക് ഏഷ്യാനെറ്റിന് അവാർഡ് കിട്ടിയ സന്തോഷം അറിയിക്കട്ടെ. പിന്നെ സുരേന്ദ്രൻ നായർ നമ്മളെ എന്റെ പ്രസിഡന്റ് ആയിരുന്നു. സുരേന്ദ്രൻ നായർ ഇവിടെ മില്ലന്റെ, ഞാൻ സെക്രട്ടറി ആയിരുന്നു. സുരേന്ദ്രൻ നായരെ സംബന്ധിച്ച് പറയാച്ചെങ്കിൽ സുരേന്ദ്രൻ നായർ ഇവിടുന്ന് പോയത് ഈ മലയാള സാഹിത്യത്തിന് വളരെ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുള്ളപ്പോ വളരെ ആക്റ്റീവായിട്ട് മില്ലൻ നടത്തിയിരുന്നു സാഹിത്യ. ഞങ്ങൾ പല പരിപാടികളും സുന്ദരമായി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നേരത്തെ പുന്നപിള്ള പറഞ്ഞ മാതിരി ഞാൻ എന്നതിന് പകരമായിട്ട് ഞങ്ങൾ എന്ന് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ആത്മാർത്ഥമായി പറയാൻ പറ്റും. അത്രയ്ക്ക് സുന്ദരമായിട്ട് കാര്യം നടന്നു പോയിരുന്നു. അതിലൊക്കെ എനിക്ക് അഭിമാനമുണ്ട്. ഇപ്പൊ പോയ കാലം കൊണ്ട് കുറച്ച് വിഷമമുണ്ട്. എന്തായാലും സുരേന്ദ്രൻ പറഞ്ഞു ഇപ്പൊ ചെറുപ്പക്കാരല്ലേ, നടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒന്ന് പറയെങ്കിൽ ഇവിടെ ഈ ബംഗ്ലാദേശിനെ പറ്റി പറയാ, ഞാനൊരു 45 കൊല്ലം മുമ്പ് ബംഗ്ലാദേശിൽ പോയിണ്ടായി. കൽക്കത്ത വഴി ഈ ഡാക്കയിൽ എത്തുമ്പോൾ ആകെ 3 വിസ അവർ തന്നുള്ളൂ, അത് തീർന്നു. അവിടെ പിന്നെ 2 ആഴ്ച നിന്ന്. അപ്പൊ പോയ സമയത്ത് നമുക്ക് യാദൃശ്ചിക ഒരു ഫ്രണ്ട് കിട്ടി. അങ്ങനെ വേറെ വീട്ടിൽ നിന്നപ്പോ കുറച്ച് ദാഹിക്കുണ്ട്, കുറച്ച് വെള്ളം തരാൻ പറഞ്ഞപ്പോ അയാളൊരു വലിയ കുളം കാണിച്ചു തന്നിട്ട് അവിടെ പോയി കുടിച്ചോളൂ എന്ന് പറഞ്ഞു. ഇതിപ്പോ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് പുറത്താന്ന് വെച്ചു. അപ്പൊ എന്റെ കൂടുതലവൻ പറഞ്ഞ് അല്ല, ധൈര്യം കുടിച്ചോളൂ, ഇവിടെ വേറെ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങളെല്ലാം കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോ അവിടുത്തെ ഒരു അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ സാമ്പത്തികയുടെ മോശം. പിന്നെ അവിടെ അന്ന് ഞാൻ പോയ സമയത്ത് കാറൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ കാര്യങ്ങൾ മോശമാണ്. അപ്പൊ അവിടെ അന്ന് തന്നെ മോശം. ഇന്നൊക്കെ വളരെ മെച്ചപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അന്നിപ്പോ ഈ മതത്തിന്റെയും സാമ്പത്തികം മതം കൂട്ടിക്കലർന്നിട്ടുള്ള ഒരു സങ്കുചിത അവസ്ഥയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അവരല്ല പലരും ഇങ്ങനെ ഒരു രക്ഷിതാവ്. പാകിസ്ഥാനിൽ നിന്ന് കുറച്ച് രക്ഷപ്പെട്ട കാലം കൊണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് ഒരു ഹോപ്പ് കിട്ടി. അത് പാകിസ്ഥാനിൽ ഇപ്പോഴും കിടക്കുകയാണെങ്കിൽ അതിപ്പോഴും വളരെ അതിനെക്കാട്ടി ദയനീയമായിരുന്നു. അപ്പൊ അതിൽ ഇന്ദിരാഗാന്ധിക്ക് വളരെ അപ്രിസിയേഷൻ അവർ കൊടുക്കണം. അപ്പൊ അവരുടെ ഒരു സംഗീതത്തിന്റെ ഒരു ഉദാഹരണമാണ് മറ്റേ മുജീബ് റഹ്മാനെ കൊല്ലാനുള്ള ഒരു കാരണം. അപ്പൊ അങ്ങനെയുള്ളത് ഇപ്പൊ കുറച്ചൊക്കെ ഭേദപ്പെട്ടു വരുന്നുണ്ടെങ്കിലും വളരെ ദൂരം പോകണമെന്ന് വിചാരിക്കണം. പിന്നെ അപ്പൊ പൊന്നുപിള്ള പറഞ്ഞ് അവരവിടെ നിന്നിട്ട് എഴുതായിരുന്നു, സമരം ചെയ്യായിരുന്നു. അത് പറ്റില്ല, അത് ഒരിക്കലും അനുവദിക്കില്ല. കാരണം എന്താ വേണ്ട, അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും ഒന്നും പറ്റി കല്ലെറിഞ്ഞു പോന്നിരിക്കും. അല്ലെങ്കിൽ മതത്തിന്റെ ഈ മതവാദികൾ അല്ലെങ്കിൽ പുരോഹിതന്മാരൊക്കെ എന്ന് പറഞ്ഞ ഒരു മതവാദികളാണ്, തീവ്രവാദികളാണ്. അവര് അത്ര കഷ്ടമാണ്. അപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെ പുരോഗമിച്ച് വരുള്ളൂ. അപ്പൊ അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് അപ്പൊ അവരിങ്ങനെ ഇതിൽ പുറത്തു വന്ന് എഴുതുകാരം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവിടെ ഉണ്ടായിച്ച് ഇത് കിട്ടുന്നില്ല. ഇപ്പോഴും അവിടെ ബാനാണല്ലേ, അങ്ങനെ പല കാര്യങ്ങള്. അപ്പൊ എന്തായാലും സുരേന്ദ്രൻ അവതാരങ്ങളൊക്കെ നന്നായിരുന്നു. ഇങ്ങനെ നടക്കട്ടെ. ഏതായാലും ഇത് പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം. താങ്ക് യു അബ്ദുൾ പൊന്നിയൂർക്കര സാർ. വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സ്വന്തം അനുഭവങ്ങളെയും കൂടി വിവരിച്ചുകൊണ്ട് എന്താണ് അതിന്റെ പശ്ചാത്തലം എന്നുള്ളത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഉള്ളതുകൊണ്ടും മാനവികത ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് വളരെ വേദന തോന്നുന്നു. സത്യമായിട്ട് പറയട്ടെ, ഒരു മനുഷ്യ സമൂഹം ഇങ്ങനെ ഈ കാലാകാലങ്ങളായിട്ടും ഉയർന്നു വരുന്നില്ല എങ്കിൽ എന്റെ അടിസ്ഥാനമായ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരു വ്യഗ്രത മറ്റു സമൂഹങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്കുണ്ട്. അത് മറ്റൊന്ന രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ എല്ലായിടത്തും ഒന്നാണ്. അവന്റെ വേദനയും വിശപ്പും എല്ലാം ഒന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ഉയർച്ചയിലേക്ക് അവരും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ രാജ്യങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ രാജ്യങ്ങളും. പ്രത്യേകം നന്ദി. അടുത്തതായിട്ട് ഞാൻ എസ് സി ജോർജ് സാറിനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തെ വിളിച്ചു എന്നുള്ളത്
അതുകൊണ്ട് പിണക്കം വിചാരിക്കരുത്. ഞാൻ പ്രത്യേക ഒരു ഉന്നത്തിൽ തന്നെയാണ് വിളിച്ചത്. കാരണം ഞങ്ങളുടെ സംഭാഷണങ്ങളിലുള്ള ഏറ്റക്കുറവുകൾ പരിഹരിക്കാനുള്ള പ്രത്യേക സിദ്ധി SEO സാറിനുണ്ട്. അതോടൊപ്പം വളരെയധികം അനുഭവ പരിജ്ഞാനവും അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വെളിച്ചവും ഞങ്ങൾക്ക് നൽകാൻ അദ്ദേഹത്തിന് പ്രത്യേക സിദ്ധിയുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എല്ലാം റീഡിംഗ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം നൽകി എന്നുള്ളതാണ്. SEO സാറിനെ പ്രത്യേകം ക്ഷണിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. ശ്രീമാൻ സുരേന്ദ്രൻ നായർ സാർ, ഓക്കെ, തസ്ലീമ നസ്റിൻ്റെ എൻ്റെ പെൺകുട്ടിക്കാലം എന്ന കൃതിയെപ്പറ്റി വളരെ ഹ്രസ്വമായിട്ട് ആ കൃതിയുടെ ആമുഖം മാത്രം അദ്ദേഹം സംസാരിച്ചു. അതിനെപ്പറ്റി വളരെയധികം നന്നായിരുന്നു. ഞാൻ തസ്ലീമ നസ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് ധാരാളമായിട്ട്. പക്ഷെ അവരുടെ കൃതികൾ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അത് മറവിയുടെ മാറാപ്പിലാണ് ഇപ്പോൾ. ഇന്ന് ശ്രീമാൻ സുരേന്ദ്രൻ നായർ ഈ കൃതിയെപ്പറ്റി അല്ലെങ്കിൽ ഈ എഴുത്തുകാരിയെപ്പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ അത് തേടിപ്പിടിച്ചൊക്കെ ഒന്ന് വായിക്കണം എന്നുള്ള ഒരു മനസ്സ് വന്നു, ഒരു കൗതുകം വന്നു. തീർച്ചയായിട്ടും ഈ കൃതിയെപ്പറ്റി വളരെ ദീർഘമായിട്ട് ഒരുപക്ഷെ സംസാരിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ പരിമിതമായ ആ സമയത്തിനുള്ളിൽ ഈ കൃതിയെ നമ്മുടെ മലയാളം സൊസൈറ്റി സമക്ഷം സമർപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് തീർച്ചയായിട്ടും പറയാം. അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു. നമുക്ക് അറിയാം, മുഖ്യമായിട്ട് സ്ത്രീ സമത്വത്തെ പറ്റി സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു. പ്രത്യേകമായിട്ട് ഞാൻ ഈ പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. മുസ്ലിം സമുദായത്തിൽ അത് സ്ത്രീ അസമത്വം കൂടുതലായിട്ട് നിലകൊള്ളുന്നു, കൂടുതലായിട്ട് അടിച്ചമർത്തപ്പെടുന്നു എന്നാണ് ഇവരുടെ എല്ലാ കൃതിയിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ സ്ത്രീകളെല്ലാ തുറയിലും ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെടുന്നു. കേരളത്തിൽ കുറച്ചുകൂടെ മെച്ചമാകാം. മിക്കവാറും എല്ലായിടങ്ങളിലും എല്ലാ മതസ്ഥരും ഒരു പരിധി വരെ അവർക്ക് തുല്യ അവകാശം, തുല്യ നീതി കൊടുക്കുന്നില്ല. പുരോഹിതരൊന്നും അവരല്ല. മിക്കവാറും സ്ത്രീ പുരോഹിതര് എല്ലാ മതത്തിലും പരിമിതമാണ്. മറ്റേ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ സൗത്ത് ഏഷ്യൻ കൺട്രീസ്, ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി ഒരു വനിതയാണ്, പ്രധാനമന്ത്രിയായിരുന്നു. ബംഗ്ലാദേശിൽ ഇപ്പോഴും അവിടുത്തെ പ്രധാനമന്ത്രി മുജിബുർ റഹ്മാൻ്റെ, ഞാൻ പേര് മറന്നുപോയി, അവരുടെ മകളാണ് ഇപ്പോഴും. അതുമാതിരി സിലോൺ പ്രധാനമന്ത്രി, ആദ്യത്തെ സിരിമാവോ ബന്ദാര നായകെ, നേതൃതലങ്ങളിലെ സ്ത്രീകൾ അവിടെ അവരോധിതമായിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും യൂറോപ്പില്, അമേരിക്കയിലെ പരിഷ്കൃത രാജ്യങ്ങളിലെ സ്ത്രീകൾ രാജ്യഭാരം ഭരിക്കുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരു സ്ത്രീകൾ മുഖ്യ പദവിയിൽ എത്തിയിട്ടുണ്ട് എന്ന് വെച്ച് അവിടങ്ങളിലുള്ള സ്ത്രീകളുടെ അസമത്വം ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. ഈ കൃതിയുടെ ഒരുപക്ഷെ അത് തർജിമയുടെ എന്തോ കുഴപ്പമാകാം. എൻ്റെ പെൺകുട്ടിക്കാലം, അതെന്തോ ഒരു തർജിമ അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ എൻ കുട്ടിക്കാലം, എൻ്റെ പെൺകുട്ടിക്കാലം അങ്ങനെ പറയുന്നതിൽ നല്ലത് മറ്റെന്തെങ്കിലും. ഓക്കെ, അപ്പൊ വേറൊരുത്തർ ആൺകുട്ടിക്കാലം, പുരുഷ കാലം അങ്ങനെയൊക്കെ എഴുതുമ്പോൾ എന്തോ സാഹിത്യ ഭാഷയിൽ എന്തോ ഒരു പൂർത്തീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ കൃതിയുടെ ടൈറ്റിൽ, ശീർഷകം, അത് ഏതാണെങ്കിലും അത് കാര്യമാക്കേണ്ടതില്ല. അപ്പോ അവരുടെ ജീവിതം ഒരു കഥയാണ്, വലിയൊരു കഥയാണ്. ആ എഴുത്തുകാരി മിക്കവാറും ഓടിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ കൂടില്ല, വീടില്ല എന്നുള്ള രീതിയിൽ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാലം സ്വീഡനിൽ പോയി, ജർമ്മനിയിൽ പോയി, പല രാജ്യങ്ങളിൽ അവർ പോയി, ബംഗ്ലാദേശിൽ പോയി. അപ്പോൾ ന്യൂഡൽഹിയിൽ താമസിക്കുന്നു. എന്നിട്ടും
അവർക്ക് ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ വീസ ഉണ്ടെന്ന് തോന്നുന്നില്ല. മൾട്ടിപ്പിൾ വീസ, വിസിറ്റിംഗ് വീസ മാതിരിയുള്ള വീസ അവർ പുതുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അവരെ പറ്റി വായിച്ചപ്പോഴേക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഒരു രാജ്യമില്ലാത്ത ഒരു എഴുത്തുകാരി, അവർ ഏതാണെങ്കിലും അവരുടെ രചനകളിൽ മുന്തി നിന്നത് സ്ത്രീ സമത്വത്തിന് വേണ്ടി തന്നെയുള്ള ഒരു വാദങ്ങളാണ്. അതോടൊപ്പം മതങ്ങളിൽ പ്രത്യേകിച്ച് അവർ ആചരിക്കുന്ന അവരുടെ മതത്തിലെ ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, അതിനെ പറ്റിയുള്ള നിഷിദ്ധമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് മതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവരെ ഈ പറയുന്ന എഴുത്തുകാരിയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുവാൻ മോബ് പലയിടത്തും ഡാക്കായിലും എല്ലാം പ്രകടനങ്ങൾ വരെ നടത്തി. അപ്പോൾ അവർക്ക് അവിടെ നിൽക്കക്കള്ളിയില്ലാതെ വന്നു. ജീവനും കൊണ്ട് അവർ ഓടുകയാണ് ചെയ്തത്. ആ രാജ്യത്ത് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ വധിക്കപ്പെടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഒളിവിൽ പോയി. സ്വീഡൻ, നമുക്കറിയാം, എപ്പോഴും യൂറോപ്യൻ കൺട്രീസാണ് അല്ലെങ്കിൽ അമേരിക്കയാണ് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യ കുതികൾക്ക് എല്ലാം അഭയം കൊടുക്കുന്നത്. നിർഭയം അവരെ എത്രയധികം കുറ്റം പറഞ്ഞാൽ പോലും, വെസ്റ്റേൺ സിവിലൈസേഷനെ കുറ്റം പറഞ്ഞാൽ പോലും, വെസ്റ്റേൺ സിവിലൈസേഷനുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യം എങ്ങും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവിടെ വരുന്നു. നമുക്കറിയാം, സൽമാൻ ഖുർഷിയെ പറ്റി ഇവിടെ പരാമർശിച്ചുണ്ടായി. അവരുടെ നേരെ കഴിഞ്ഞ 2022 ലൈഫ് അറ്റാക്ക് ഉണ്ടായി. ബോംബെ നിവാസിയാണ്. സറ്റാനിക് വേഴ്സസ് എന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അവരുടെ മതത്തിൻ്റെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ട് അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. പക്ഷേ ജനിച്ച നാടിൽ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം അമേരിക്കയിൽ ഒളിവിൽ തന്നെ താമസിക്കുന്നു. ഈ അടുത്ത കാലത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ അക്രമം ഉണ്ടായി എന്ന് ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി. പിന്നീട് നമ്മളെല്ലാവരും കേട്ടിരിക്കും മലാലെ എന്ന ഒരു പെൺകുട്ടിയെ പറ്റി. അവരും പാകിസ്ഥാനിൽ നിന്ന് പലായനം, ഒരു പെൺകുട്ടി മാത്രമാണ്, പലായനം ചെയ്യേണ്ടി വന്നു. അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി, മതത്തിനെതിരായിട്ട് എഴുതിയിട്ടുള്ള, നീതിക്കും സത്യത്തിനും വേണ്ടി എഴുതിയിട്ടുള്ള സാഹിത്യകാരന്മാർ പലപ്പോഴും പല രാജ്യത്തിൽ നിന്നും നിഷ്കാസനം ചെയ്തിട്ടുണ്ട്. അവർ ജീവന് വേണ്ടി. ഇപ്പോഴും പലപ്പോഴും പത്രമാധ്യമങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോയാൽ നമുക്ക് പല അർത്ഥത്തിലും നമ്മൾ ഉള്ളത് മാതിരി പറയണമല്ലോ. തുറന്നെഴുതാൻ ഭയമാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങൾക്ക്. ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വർഗീയതയെപ്പറ്റി എഴുതാൻ ഭയമാണ്. എഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ നോട്ടപ്പള്ളിയായി കഴിഞ്ഞാൽ അവരെ ഈടി വന്ന് അവരെ എന്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കി അവരെ ഈ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. എങ്കിലും ഞാനിത് സാന്ദർഭികമായിട്ട് പരാമർശിച്ചു എന്ന് മാത്രം. പക്ഷേ ഈ ഡാക്കായിൽ സ്ത്രീകൾ അനുഭവിച്ച, അവരുടെ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് അനുഭവിച്ച യാതനകൾ, വേദനകൾ എല്ലാം വളരെ തന്മയത്വമായിട്ട് ആ കൃതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട് എന്നാണ് ശ്രീമാൻ സുരേന്ദ്രൻ നായർ അഭിപ്രായപ്പെട്ടത്. അതുമാതിരി തന്നെ തസ്ലീമ നസ്രീൻ കവിതകൾ എഴുതിയിരുന്നു, ലേഖനങ്ങൾ എഴുതിയിരുന്നു, ധാരാളമായിട്ട് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ചില വേദികളിൽ അവരെ കൂവിയിരുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ വന്ന് ഏതോ ഒരു വേദിയിൽ വന്ന് അവരെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് ഏതോ 2-3 വാചകങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയുള്ള മത തീവ്രവാദികൾ അവരെ കൂവി പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ വെസ്റ്റേൺ കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ, അമേരിക്കയിലൊക്കെയാണ് കൂടുതൽ ജനാധിപത്യവും സ്വാതന്ത്ര്യവും കുടിയേറ്റവും എല്ലാം നടക്കുന്നത്. എങ്കിൽ പോലും അവർ
ഒരു ഏഷ്യൻ ആയതുകൊണ്ട് ഈ ഇന്ത്യ കൈനീട്ടി ഒരു പരിധി വരെ സ്വീകരിച്ചു. പക്ഷേ അവർക്ക് പൗരത്വം കൊടുത്തിട്ടില്ല. ഈ അവസരത്തിൽ ഇന്ത്യയിൽ പാസാക്കി വിടുന്ന ഈ പൗരത്വ ഭേദഗതി ബില്ല് മുസ്ലിമിന് പ്രത്യേകം എതിരായി പാസാക്കി വിടുന്ന, അതും ഈ പാർലമെന്റിൽ പറയുന്ന ശരിയായ ഡിസ്കഷൻ നടത്താതെ മറ്റ് ഈ പറയുന്ന പാർലമെന്റിൽ പ്രതിപക്ഷമില്ലല്ലോ. പ്രതിപക്ഷം എന്തെങ്കിലും സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ മൈക്ക് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യും. ആ നിലയിലുള്ള ഒരു വർഗീയത ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോ ഈ തരത്തിലുള്ള കാര്യങ്ങൾ സ്ത്രീപക്ഷത്ത് മാത്രമല്ല ഉള്ളത്, മൊത്തത്തിലുള്ള ഈ പറയുന്ന രാജ്യങ്ങൾ ഇത്തരം അവഗണനകൾ പൊതുജനങ്ങൾ നേടുന്നുണ്ട്, അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതാണെങ്കിലും തസ്ലീമ നസ്റുദ്ദീൻ മാതിരിയുള്ള സ്ത്രീപക്ഷ ജനപക്ഷ എഴുത്തുകാർ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ധീരമായി ഇവൻ ഒരു സ്ത്രീയാണ് ഓടുന്നതെന്ന് ഓർത്തോളണം. ഒരു പുരുഷന് പോലും ഇത്രമാത്രം രാജ്യാന്തരങ്ങളായിട്ട് ഓടി ഉള്ള കഴിവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരുടെ മനക്കരുത്ത്, പിടിച്ചു നിൽക്കാനുള്ള ഒരു മനക്കരുത്ത്, സറണ്ടർ ചെയ്യാൻ, സ്വന്തം ആശയങ്ങളോട് സറണ്ടർ ചെയ്ത് ആശയത്തിനെതിരായിട്ട് മത തീവ്രവാദികൾ പറയുന്ന മാതിരി എഗ്രി ചെയ്യാൻ അവർ തയ്യാറല്ല എന്നാണ് ഇപ്പോഴും അവരുടെ ആ ഡൽഹി വാസം സൂചിപ്പിക്കുന്നത്. അത് ആ സ്ത്രീ രത്നം ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ രചനകൾ ഒരുപക്ഷെ ഈ നോബൽ പ്രൈസിന് പോലും സാധ്യമായേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീമാൻ സുരേന്ദ്രൻ നായർ ഈ വിഷയം വളരെ വിവരമായിട്ട് എന്നാൽ ഹ്രസ്വമായിട്ട് അവതരിപ്പിച്ചതിൽ സന്തോഷം. താങ്ക് യു, നന്ദി. താങ്ക് യു എസ് ജോർജ് സാർ. ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള എത്ര ആഴത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. അവസാനം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നസ്രീനെ സംബന്ധിച്ച് അദ്ദേഹം ആ സ്ത്രീരത്നത്തിന് ഒരു നോബൽ പ്രൈസിനെ സംബന്ധിച്ച് ഒരു സൂചന പറഞ്ഞു പോകും. നമ്മൾ ആരും ചിന്തിക്കാത്ത വിഷയങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതോടൊപ്പം ഢാക്കയിലെ സ്ത്രീകൾ അനുഭവപ്പെടുന്ന കഷ്ടപ്പാടുകൾ, മറ്റ് രാജ്യങ്ങളിലെ സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾ, ഈ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ ഇതെല്ലാം സംസാരിക്കുന്നതോടൊപ്പം ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ അപജയത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ ഏകപക്ഷീയമായ ഒരു സംസാരമല്ലാതെ ശരിക്കും ജനറലൈസ് ചെയ്തുകൊണ്ട് മനുഷ്യന്റെ തോന്നിയാസങ്ങൾക്കെതിരെ, മാനവികതക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എതിരെയുള്ള അദ്ദേഹത്തിന്റെ ഭാഷ്യം തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നുണ്ട് സാർ. ഇനിയിപ്പോ നമുക്ക് ആരെങ്കിലും ഉണ്ടോ? ലിസ്റ്റ് കിട്ടിയതിനകത്ത് വേറെ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടോ? 10 പേരാണ്. ഇനിയിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വേറെ ആരെങ്കിലും ഉണ്ടോ? അബ്ദുൾ പനിയോളം ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, അത്ര. ഓക്കെ. ആദ്യമായിട്ട് പലരും പറഞ്ഞതാണ്, ആദ്യമായിട്ട് സുരേന്ദ്രൻ സാറിന്റെ ഇത്ര വളരെ കൃത്യതയോടുകൂടി അളന്നു തൂക്കിയുള്ള പ്രഭാഷണ ശൈലി, അവതരണ ശൈലിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത്രയും ഒരു ഡെപ്ത് ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിനെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേക അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന്റെ ഭാഷ്യത്തില് സ്ത്രീ നിധന തൃഷ്ണ എന്നുള്ള ചിത്രവധം എന്നുള്ള സംബന്ധിച്ച് സൂചന പറഞ്ഞു പോയിരുന്നു. യഥാർത്ഥം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാവാം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. അതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അടിമുടി മാനവികതയെ സംബന്ധിച്ചുള്ള ഒരു സംസാരമാണ്. മാനവികത ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ കുടുംബത്തിൽ നിന്നാണ് മാനവികത ആരംഭിക്കേണ്ടതെന്നാണ് ഒരു കൺസെപ്റ്റ്. അവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിലേക്കും, സമൂഹത്തിൽ നിന്ന് നമ്മൾ ഇടപെടുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്കും, പ്രത്യേകിച്ച് മതങ്ങളിലേക്കും രാഷ്ട്രീയത്തിലേക്കും എല്ലാം അത് കടന്നു ചെല്ലും. പക്ഷേ ഈ മാനവികത മരിച്ചു വീഴുന്നത് കുടുംബത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാൻ സങ്കടമുണ്ട്, മുസ്ലിം കുടുംബങ്ങൾ അധികമാണെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ സമൂഹത്തിന്റെ അരാജകത്വത്തിന്റെ ഏറ്റവും വലിയ മൂലക്കല്ല അവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ ഏകാധിപത്യ ചിന്തയും അതുപോലെ തീവ്രവാദ ചിന്തകളും എല്ലാം ഉരുത്തിരിയുന്നത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അരാജകത്വത്തിൽ നിന്ന് ജനിച്ചു വളർന്ന കുട്ടികളും അവരിൽ നിന്ന് ഉണ്ടാകുന്ന റിപ്രൊഡക്ഷൻസും തന്നെയാണ് നമ്മൾ കാണെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് തസ്ലീമ നസ്രീൻ
അവരുടെ കുട്ടിക്കാലത്ത് എന്നുള്ള രീതിയിൽ എഴുതി വയ്ക്കുമ്പോൾ ആ കുട്ടിക്കാലത്തുണ്ടായിരിക്കുന്ന അരാജകത്വത്തിന്റെയും പീഡനങ്ങളുടെയും സ്ത്രീ പീഡനത്തിന്റെയും പൗരോഹിത്യ ചൂഷണത്തിന്റെയും ലൈംഗിക ചൂഷണത്തിന്റെയും എല്ലാം കഥകളാണ് പറഞ്ഞു പോകുന്നത്. സഹോദരങ്ങൾക്ക് കിട്ടാത്ത കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് കിട്ടാതെ വരികയും അവരോടുള്ള എതിർപ്പുണ്ടാവുന്നതും അത് കുടുംബത്തില് പിന്നെ മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു പ്രത്യേക ചട്ടക്കൂട് പണിത് ഇവളെ അവിടെ പ്രതിഷ്ഠിക്കുന്നതുമെല്ലാം അവൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അവരുടെ കഥകളെ സംബന്ധിച്ചും കവിതകളെ സംബന്ധിച്ചും ലോകം എന്തുകൊണ്ടാണ് ശ്രദ്ധയോടെ വീക്ഷിച്ചതെന്ന് വെച്ചാൽ വെറുതെ പല എഴുത്തുകാരും ഉണ്ടാകും, പക്ഷെ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ എഴുതുന്നതും അത് ജീവിതഗന്ധിയുമായതുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമ്മളതിനെ പ്രകീർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു മുതലെടുപ്പ് എന്ന രീതിയിലുള്ളതല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സമൂഹത്തിന് നാളെ ആധുനിക സമൂഹത്തെ വളർത്തിയെടുക്കുവാന് അഡ്വാൻസ് സൊസൈറ്റിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ധാരണ നമുക്ക് ഏകദേശം ഉണ്ടായിട്ടുണ്ട്. പ്രാകൃത യുഗത്തിനെ കുറിച്ച് ഗോത്ര കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ. പ്രതീക്ഷയോടെ ലോകത്തെ നമ്മൾ കാണുന്നു. യുദ്ധങ്ങളെ പറ്റി കേൾക്കുന്നുണ്ട്, മറ്റു പ്രശ്നങ്ങളെ പറ്റി കേൾക്കുന്നുണ്ട്. യുദ്ധങ്ങളുടെയൊക്കെ ആരംഭം ഇവിടെ അന്വേഷിച്ച് വരുമ്പോൾ കൃത്യമായിട്ടും ആധുനിക യുദ്ധങ്ങളെല്ലാം തന്നെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ മൂലക്കല്ല് എവിടെയാണെന്നും വേരുകൾ എവിടെയാണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ കൃത്യമായിട്ടും ഈ കുടുംബങ്ങളിലാണ് എത്തുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ആ എഴുത്തുകൾ അതിനെതിരെയുള്ള ഒരു ആക്രോശം തന്നെയാണ്. അതിന് പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ വിഷയം എടുത്ത് കൈകാര്യം ചെയ്ത സുരേന്ദ്ര സാറ് ഈ സ്ത്രീ വിഷയത്തെ സംബന്ധിച്ചും തീവ്രവാദം സംബന്ധിച്ചും മാനവീയത സംബന്ധിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് സൂചന പറഞ്ഞുകൊണ്ട് എന്താണ് അവര് പറഞ്ഞു വെച്ചതെന്ന് മാത്രം പറഞ്ഞില്ല എന്നുള്ളത്, പക്ഷേ എങ്കിലും ധ്വനിപ്പിക്കുന്നതിൽ നിന്നും നമുക്ക് കൃത്യമായിട്ടും അത് മനസ്സിലാവും. അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഭാഷണമായിരുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞാൻ അദ്ദേഹത്തെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഫിലിപ്പ് കല്ലട സാറ് മുതല് നമ്മുടെ അവതാരകൻ ജെയിംസ് തിരുത്തടം വരെയുള്ള ആളുകളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും നന്ദി. ഒരുപാട് അറിവ് പകരുന്ന അഭിപ്രായങ്ങളാണ് എല്ലാവരും പങ്കുവച്ചത്. നന്ദിയുണ്ട്. എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഇത് നേരത്തെ ഞാൻ തുടങ്ങി പറഞ്ഞോളൂ, 20 മിനിറ്റ് കൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ നോവലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പുസ്തകത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇതില് അവർ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങൾ ഏകദേശം 32ഓളം പോയിന്റ്സ് ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതിവിടെ സംസാരിച്ച് തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് അകത്തേക്ക് പോകാതെ ആമുഖത്തിൽ മാത്രം ഒതുക്കിയത്. കാരണം അവർ അഡ്രസ് ചെയ്യുന്നത് സ്ത്രീ സമത്വമല്ല, ശരിക്കും സ്ത്രീ വിവേചനമാണ്. അത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ശരി, സ്ത്രീ സമത്വമാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അവർക്ക് സമത്വം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ നമ്മളോടൊപ്പം പരിഗണിക്കുന്നില്ല. അവർ പറയുന്ന അതല്ല, അവരെ മാറ്റി നിർത്തുന്നു. അപ്പം ഇതിനൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വളരെ ഒരു ചെറിയ വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത്. അപ്പൊ സമത്വത്തെക്കാളേറെ മനഃപൂർവ്വം സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അത് എവിടെയൊക്കെ അവഗണിക്കുന്നു എന്നവര് ഓരോ ഘട്ടത്തിലും പറയുന്നുണ്ട്. അതിന് ഈ പേരിനെ കുറിച്ച് വന്നൊരു പരാമർശം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ ജീവചരിത്രം 7 ഭാഗമാണ്. അവര് തികച്ചും ഒരു പെൺകുട്ടിയായിരുന്ന കാലത്തുള്ള കഥയാണ്, സംഭവങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പെൺകുട്ടിക്കാലം, ഞാൻ ഒരു പെൺകുട്ടിയായിരുന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം. ഓരോന്നിനും 7 പേരും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സമയത്തൊന്നും കിടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഓരോ ഘട്ടവും അവർ അഡ്രസ് ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ അവര് കുടുംബത്തിൽ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞിട്ട് കുടുംബം കഴിഞ്ഞ് അവർ സമൂഹത്തിൽ കണ്ട ഒരു ഭാഗം, ചുറ്റുപാടുകളിൽ അവരൊരിക്കലും ചുറ്റുപാടുകളെ കാണാൻ അനുവദിച്ചിരുന്നില്ല. ടെറസിന്റെ മുകളിൽ കയറാൻ സ്റ്റെയർ കേസ് ബ്ലോക്ക് ചെയ്തതിന് വീട്ടിൽ അവർ താമസിച്ചിരുന്നു. സ്റ്റെയർ കേസിന് മുകളിൽ കയറിയ നാട് കാണാൻ അനുവദിക്കുന്നില്ലായിരുന്നു. അപ്പൊ സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത്. കുടുംബത്തിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർക്കുണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം 1, 2, 3 എന്നവർ അഡ്രസ് ചെയ്യുന്നുണ്ട്. അവരൊരിക്കലും ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ സാമാന്യവൽക്കരിച്ച് പറയുന്നതല്ല. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സ്ത്രീ വിമോചന പ്രസ്ഥാനക്കാരൊക്കെ പറയുന്ന ഒരേ കാര്യങ്ങൾ തന്നെ. ഇപ്പൊ ഫെമിനിസ്റ്റ് എഴുത്തുകാർ പറയുന്നതൊക്കെ ഏറെക്കുറെ അവർ മിക്കവാറും അഡ്രസ് ചെയ്യുന്നത് ലിംഗവിവേചനമാണ്. ഇതിവിടെ ലിംഗവിവേചനം മാത്രമല്ല, ലിംഗവിവേചനത്തിന് അനുബന്ധമായി ദൈനംദിന
നമ്മൾ കാണുന്ന ചുറ്റുപാടുകളിലുള്ള എല്ലാ സമസ്ത മേഖലകളെയും അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കുടുംബത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അടുത്തവർ നേരെ പോകുന്നത് ദാരിദ്ര്യം. പക്ഷെ നേരത്തെ അബ്ദുൾ സൂചിപ്പിച്ചതുപോലെ ദാരിദ്ര്യത്തിന്റെ ഒരു പർദീസയിലാണ് അവർ ജീവിച്ചത് കാലഘട്ടം. പക്ഷെ അവിടെയും അതിനും ചില അതിർവരമ്പുകളുണ്ട്. ചില ആളുകളുടെ ദാരിദ്ര്യം അത് ദൈവ നിയോഗമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രയോഗം. അവരെ വീട്ടിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നു. ഒരു വലിയ ഒരു പട്ടിണി ഉണ്ടാകുമ്പോൾ അവിടുത്തെ ധാന്യം അവരെ പിന്നെ കലവറയിൽ സംഭരിച്ചു വരച്ചിരുന്ന ധാന്യം കൊടുക്കാൻ ആരും സമ്മതിക്കില്ല. ഇവർ പൂട്ട് തല്ലി പൊളിച്ചിട്ട് അതെടുത്ത് കൊടുക്കുന്നു. അച്ഛൻ വന്നിട്ട് മാരകമായിട്ട് വീട്ടിലുള്ള എല്ലാവരെയും മർദ്ദിക്കുന്നു. അങ്ങനെ ആ ദാരിദ്ര്യത്തിന് വരുന്ന ഒരു മതപരമായ ഒരു വിവേചനം അതിനെ അവരവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മതത്തിലെ കുറേ വിഷയങ്ങളാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. വെറുതെ ഇസ്ലാം മതം മോശമൊന്നുമല്ല അവർ പറയുന്നത്. അതിലുള്ള ഇന്ന കാര്യങ്ങൾ ഓരോന്നും അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടതാണ്. അവർ ബുർക്ക് ധരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവരെ എങ്ങനെ അതിലേക്ക് കൊണ്ടുപോയി അതിന് അവരെ മറുവാദങ്ങളുണ്ടായിരുന്നു. അറേബ്യയിലെ സാഹചര്യത്തിൽ അറേബ്യയിൽ ഉണ്ടായ വസ്ത്രധാരണ രീതി അതിന് അവരുടേതായ ഒരു കൗണ്ടറായ പോയിന്റ് ഉണ്ട്. അപ്പൊ ബുർക്കധാരണെ കുറിച്ച് പറയുന്നുണ്ട്. ഖുർആൻ സൂക്തങ്ങള് അത് പറയുന്നതിലുള്ള നിഷ്കർഷ അതിനെ നിഷേധിക്കുന്നതല്ല, നിഷേധം അവിടെ ഇല്ല. ഇതിനാണ് ആണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞത്. ഇവർ പരിഷ്കരണവാദിയായിരുന്നു. പരിഷ്കരണമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ ഈ ബലിപ്പെരുന്നാളില് ക്രൂരമായിട്ട് മൃഗങ്ങളെ ഇങ്ങനെ നിർത്തി കൊല്ലുന്നത്, അതൊക്കെ നമുക്ക് വായിച്ച് നമുക്ക് ഹൃദയത്തിൽ ആർദ്രതയുള്ളത് നമുക്ക് വരും. ഇപ്പൊ കഥാർസിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആർദ്രതയിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണല്ലോ കഥാർസിസ്. ഈ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അനുഭവം വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് അത് ഇതിവിടെ ഈ ഭാഗങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ ഒരു തരം ശുദ്ധീകരണം. അപ്പം ഇല്ലാത്ത കുറേ നിയമങ്ങൾ ഇവര് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു കുടുംബനാഥന് ദാസിയുമായി ശയിക്കാം, അതൊരു മതത്തിന്റെ പരിവേഷം. അവർ കണ്ട കാഴ്ചയാണ്, അതിന് മതത്തിന്റെ പരിവേഷം കൊടുക്കുന്നത്. അപ്പൊ ഈ മതം ആരുണ്ടാക്കി? ഇതിനെന്താണ് ആധികാരികം? അപ്പം അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. അറബി അക്ഷരങ്ങളുള്ള ആദരം. ആ അറബി അക്ഷരം എഴുതിയ ഒരു പേപ്പർ താഴെ കിടന്നാൽ അത് ചവിട്ടാൻ പാടില്ല. പിന്നെ അവിടെ ഈ അമ്മ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോകുന്ന ഒരു മതപണ്ഡിതന്റെ ആലയത്തിൽ സ്ഥിരമായി സംരക്ഷണം തേടുമായി. രാവിലെ പോയ രാത്രി വരെ ഈ സ്ത്രീ അവിടെയായിരുന്നു അമ്മ. അപ്പൊ അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ അത് ഇമ്മോറൽ ഒന്നുമില്ല, അതിനകത്ത് സെക്സ് ഒന്നും വരുന്നില്ല. പക്ഷെ അയാൾ അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അത് 1 by 1 ആയിട്ട് അവർ പറയുന്നു. അതുപോലെ അയാള് നടത്തുന്ന ഈ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ അപരിഷ്കൃതമായ ഒരു രീതിയുണ്ട്. അത് ചില വിഭാഗങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഊതുക, തുപ്പുക, അതായത് ദൈവത്തിന്റെ അനുഗ്രഹം കൊടുക്കുന്നതാണ്, ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് അവകാശപ്പെടുന്നയാളെ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ ഖുറാൻ വായിച്ചിട്ടുള്ള ഒരിടത്തും അങ്ങനത്തെ ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടില്ല. ഇതൊക്കെ ആ കാലത്ത് അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഊതുന്നതൊക്കെ ഇപ്പോഴും ചില വിഭാഗങ്ങളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചില ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഈ തുപ്പുന്ന രീതിയൊന്നും ഒരിടത്തും ഇല്ല. അതൊക്കെ വെറുതെ ഇങ്ങനെ ആളുകൾ ഉണ്ടാക്കിയെടുക്കുക. അത് നിലവിൽ അനുഭവിച്ചതിൽ നിന്നും അവരവിടെ കൂടെ നിന്നിട്ട് അനുഭവിച്ച കഥകളാണ് പറയുന്നത്. അപ്പൊ ഒരു 10-20 കാര്യങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ജോലിക്കാരികളോട് കാണിക്കുന്ന ക്രൂരത. ഇവരൊരു സമ്പന്ന കുടുംബത്തിലാണ് ജീവിച്ചത്. അവിടെ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീയോട് അവരെ അമ്മ കാണിക്കുന്ന ക്രൂരത, എണ്ണിയാൽ ഒടുങ്ങാത്ത ദുഃഖങ്ങളാണ് കുടുംബത്തെ അവർ കാണുന്നത്. അവർക്ക് സുഖമുണ്ട്, അവർക്ക് ഭക്ഷണത്തിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവർക്ക് ഭക്ഷണത്തിന് ഒരിക്കലും സ്വാദുണ്ടാകുന്നില്ല. ആ ഭക്ഷണം രുചിയോടെ കഴിക്കാൻ പറ്റുന്നില്ല, കാരണം മറ്റൊരാളോട് കാണിക്കുന്ന രീതി. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ജനറലൈസ് ചെയ്തിട്ട് സ്ത്രീ വിമോചനത്തിന് വേണ്ടി എഴുതിയൊരു പുസ്തകമല്ല, മറിച്ച് സംഭവബഹുലമായ അവരുടെ ജീവിതം, ആ കുട്ടിക്കാലം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ആ 7 ഭാഗവും വായിച്ചാൽ അതിന്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ. നമ്മൾ നേരത്തെ എസ് ജോസ് സാർ പറഞ്ഞ പോലെ ഇതൊരു വിശ്വോത്തരമായ ഒരു പുരസ്കാരത്തിന് അർഹയായ സ്ത്രീയാണ്. ഈ 20 ഭാഗം കൂടെ ഒന്നിച്ചുള്ള പുസ്തകം ഉണ്ട്, അത് ഇംഗ്ലീഷിലുണ്ടെന്ന് പറയുന്നത്. ഞാൻ വായിച്ചിട്ടില്ല, അത് ഞാനൊരു 3-4 പുസ്തകം വായിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് വരുമ്പോൾ ചിലപ്പോൾ അവർ വേറൊരു ലെവലിലേക്ക് പോയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളാണ് അവർ നമ്മളെ മുമ്പിൽ പറയുന്നത്. അതല്ലാതെ പുസ്തകങ്ങളിൽ കേട്ടതും പത്രത്തിൽ വായിച്ചതുമായ വാർത്താവലോകനമല്ല ഇത്. അവരെ പ്രത്യക്ഷ ലൈഫിൽ, ജീവിതത്തിൽ
അനുഭവവേദ്യമായ കാര്യങ്ങൾ അവരെഴുതി നമ്മളെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊന്ന്, അവർ ഇന്ത്യയിൽ പെർമനന്റ് റെസിഡന്റ് ആണിപ്പോൾ. ഇന്ത്യയിൽ പെർമനന്റ് റെസിഡൻഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അവർക്ക് പെർമനന്റ് റെസിഡൻസ് ഫ്രാൻസ് ഓഫർ ചെയ്തിട്ടുണ്ട്. വേറെ ഏതോ ഒരു രാജ്യം കൂടെ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് താമസിക്കാൻ ഇഷ്ടം ഡൽഹിയാണ്. അവർ ഡൽഹി താമസിക്കുക. അവർക്ക് വേറെ ഭീഷണികളൊന്നുമില്ല. അവിടെ സുഖത്തോടെ താമസിക്കുകയാണ്. അപ്പം ഇപ്പം ഞാൻ മറ്റ് ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പം എനിക്കിങ്ങനത്തെ അവസരം തന്നതിന് ആദ്യം ഞാൻ ഈ മലയാള സൊസൈറ്റിയോട് വളരെയധികം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നിങ്ങളോടെല്ലാം എനിക്കുള്ള ഒരു ആദരവും സ്നേഹവും ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. നിങ്ങളെ കൂടെ ഇരിക്കാൻ സമയം കിട്ടിയതും നിങ്ങൾ എന്നുള്ള വിലയേറിയ കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയതും ഒക്കെ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അബ്ദുൾ പറഞ്ഞ പോലെ നമ്മളൊരു ചുരുങ്ങിയ ഒരു സ്ഥലത്താണ്. പക്ഷെ അവിടെയും നമുക്ക് സാഹിത്യത്തിന് കുറേ ആളൊക്കെ ഉണ്ട്. സാഹിത്യ വേദികളൊക്കെ നമ്മൾ കൂടുമ്പോൾ 10-20 രൂപ എന്തൊക്കെ കൂടാറുണ്ട്. നമ്മളിങ്ങനെ കുറേ വർഷങ്ങളായി, പിന്നെ ഏകദേശം ഒരു 1/4 നൂറ്റാണ്ടാവും നമ്മുടെ പരിപാടി തുടങ്ങിയിട്ട്, ഈ മിലൻ എന്ന് പറയുന്ന സംഘടന. അപ്പം എന്തായാലും എനിക്ക് അവിടെ നിന്ന് വന്നപ്പോൾ വളരെ നല്ല ഒരു സുഹൃത്ത് ഫലം ഇവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ ആസ്വാദകരായ ഒരു വിഭാഗം. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന ഒരു വേദി. അപ്പോൾ ഈ അവസരം തന്നതിന്, എന്നെ ശ്രമിച്ചതിനും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ നിങ്ങളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. താങ്ക് യു സുരേന്ദ്രൻ നായർ സാർ. ഇത്രയും വലിയ ഒരു മണിക്കൂറുകൾ നൽകിയതിനുള്ള അവസരം സൃഷ്ടിച്ചതിനുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തട്ടെ. നമ്മുടെ സെക്ഷൻ തീരുകയാണ്. ജെയിംസ്, ഇത് സമാപിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്ക് കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ. ഓക്കെ. സമയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പൊതുവായ ഒരു കാര്യം പറയാനാണ്. മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം, മതം ഉൾപ്പെടെ, അതിനകത്ത് കുറേ നന്മകളുണ്ട്. എന്നാൽ ഈ നന്മകൾക്കല്ല ഇന്നത്തെ ചില മതങ്ങൾ, ചില ദുശാഠ്യക്കാരായിട്ട് കുറേ യാഥാസ്ഥിതികർ ആ നന്മകൾക്കല്ല, അതിന് പകരം എന്തൊക്കെയോ ഫാലസികളിലും ഫാൻറ്റസികളിലും അഭിരമിച്ചുകൊണ്ട് മതത്തെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന, ഒരു ദിവ്യത്വത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രസ്ഥാനം എല്ലാ മതങ്ങളെയും ഗ്രസിച്ചിരിക്കുന്നു. എന്നാൽ സെൻസിബിളായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, മതം ഉണ്ടായ സമയത്ത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ മതത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന വിജ്ഞാനം ഫലപ്രദമായി വിനിയോഗിച്ച് അതിലെ സെൻസിബിൾ അല്ലാത്ത കാര്യങ്ങളെ ഡിസ്കാർഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പല മതങ്ങളും അല്ലെങ്കിൽ പല യാഥാസ്ഥികരും തയ്യാറാകാത്തത് കൊണ്ടാണ് തസ്ലീമ നസ്രീനെ പോലുള്ള ആൾക്കാർക്ക് പൊട്ടിത്തെറിക്കേണ്ടി വരുന്നത്. ഇത് കാലാകാലങ്ങളിൽ ഈ ലോകത്ത് നടന്നിരിക്കും. ഇനിയും നമ്മൾ ഇതുപോലുള്ള നല്ല ധൈര്യമുള്ള എഴുത്തുകാരെ നമ്മുടെ ലോകത്തിൽ പ്രതീക്ഷിക്കാം. കാരണം ആ രീതിയിലാണ് നമ്മുടെ സമൂഹം. പ്രധാന തന്ത്രിയാകുന്ന ഈ സമയത്ത് നാം എങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കും? നമ്മുടെ അടുത്ത കാലത്ത് തന്നെ അറിയാം, ഒരു പെൺകുട്ടി വലിയ മാർക്ക് വാങ്ങിച്ചപ്പോൾ അതിനെ ഒരു അനുമോദിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റേജിൽ വിളിച്ചപ്പോൾ ഒരു ഉസ്താദ്, ഒരു കാരണവർ ആ വിളിച്ചവരെ മുഴുവൻ പള്ളു പറഞ്ഞ് ആ പെൺകുട്ടിയെ മടക്കി അയക്കുന്ന ഒരു കാഴ്ച ഈ അടുത്ത കാലത്താണ് നാം കണ്ടത് നമ്മുടെ വാർത്താ മാധ്യമ ലോകത്ത്. അപ്പോൾ ഇന്നും സംഭവിച്ച, അതായത് സെൻസിബിൾ അല്ലാത്ത കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഈ മത നിഷ്ഠൂരത്തെയാണ് യഥാർത്ഥത്തിൽ നാം വെറുക്കേണ്ടത്. അതിനെതിരെയാണ് എഴുത്തുകാർ ശബ്ദിക്കേണ്ടത്, തൂലിക ചലിപ്പിക്കേണ്ടത്. ഇത് പൊതുവായിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ജെയിംസ് സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ത്രീ നിധന തൃഷ്ണ എന്ന് പറയുന്ന ഒരു പുതിയ സാഹിത്യ സംജ്ഞയാണ്. ഇപ്പം അടുത്ത കാലത്ത് രൂപപ്പെട്ട ഒരു പരിപാടിയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണത്. അതിനൊരു സാഹിത്യ സംജ്ഞ കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഈ ഒരു ചിത്രപഥം ഇതെല്ലാ മേഖലയിലുമുണ്ട്. അത് സാഹിത്യത്തിൽ അത് എടുത്തിട്ട് അതിനൊരു പദം വന്നു എന്നുള്ളത് മാത്രം. എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു രണ്ട് വർഷത്തിനിപ്പുറം വന്ന ഒരു പ്രയോഗമാണ്, ഒരു സാഹിത്യ പ്രയോഗമാണ്. സ്ത്രീകളെ ചിത്രപഥം ചെയ്യുക, അത് കണ്ട് ആസ്വദിക്കുക, അത്രേ ഉള്ളത്. എന്തായാലും അതൊരു ശ്രദ്ധിക്കപ്പെടുന്ന വാക്ക് തന്നെ. അത് എന്തായാലും അവതരിപ്പിച്ചത് കൊള്ളാം. എന്തായാലും
ഇപ്പോൾ നമ്മൾ ഈ സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു അവസരത്തിലേക്കാണ് നീങ്ങുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? താങ്ക് യു തങ്കച്ച അഭിപ്രായം അറിയിച്ചതിന്. താങ്ക് യു. ഓക്കെ, ആരെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്തേലും? പൊന്നുപിള്ള ലൈനിൽ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്, പക്ഷെ ചിത്രം കാണുന്നില്ല. ഉണ്ട്, ഞാൻ ഇവിടെ തന്നെ ആ, ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഓട്ടം പുള്ളിക്കാരി ടൈംസിലേക്ക് ഞാനങ്ങനെ നന്ദി പറയേണ്ടത്. ഓട്ടം ടൈംസ് ചുമയും തുമ്മലും ഒക്കെ വന്നു, അപ്പൊ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അതിന് ഞാൻ മ്യൂട്ട് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അൺഒഫീഷ്യൽ ആയിട്ട് സംസാരിക്കാമല്ലോ, അല്ലേ? അതെ, ഇത് കഴിഞ്ഞിട്ട് കൂടെ ഓക്കെ. പറഞ്ഞു. എന്നാ താങ്ക്സ് പറയുക എന്നുള്ളതാണ്, എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നതാണ്. പ്രസിഡന്റ് മണ്ണിക്കരട്ട് സാറ്, നമ്മുടെ എല്ലാമായിരിക്കുന്ന എസ് എ ജോർജ് സാറ്, മോഡറേറ്റർ ആയിട്ട് ഇന്ന് പ്രവർത്തിച്ച ജെയിംസ് ചെറുതടത്തിൽ, മിസ്റ്റർ ടി എൻ ഷാമുവൽ സാറ്, ഇന്ന് അവതരിപ്പിച്ച സുരേന്ദ്രൻ നായര്, ജോസഫ് തച്ചാറ, പ്രൊഫസർ ഫിലിപ്പ് കല്ലാക്കട ആൻഡ് അബ്ദുൾ പനായൂർക്കുളം. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് ആ കേക്ക് കാണുന്നതെന്ന് തോന്നുന്നു, പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ ജോസഫ് പുന്നോലി സാർ, എല്ലാവർക്കും മലയാളം സൊസൈറ്റിയുടെ പേരിലും എൻ്റെ പേരിലും പ്രസിഡന്റിന്റെ പേരിലും, സെക്രട്ടറി ഇന്ന് ഇവിടെ ഇല്ല, അദ്ദേഹം ടൂറിന് പോയിരിക്കുകയാണ്. ഇനിയും വരുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളൊക്കെ കേൾക്കാം. എല്ലാവർക്കും മലയാളം സൊസൈറ്റിയുടെ പേരിലും എൻ്റെ പേരിലും എല്ലാവരുടെയും പേരിൽ നന്ദി, നമസ്കാരം. ഇങ്ങനെ അനേകം അവസരങ്ങൾ ഈ മലയാളം സൊസൈറ്റിക്ക് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇന്നത്തെ അവതരണം വളരെ ഭംഗിയായിരുന്നു. സുരേന്ദ്രൻ നായർക്ക് പ്രത്യേകം നന്ദി. അതുപോലൊക്കെ ഒരു സബ്ജക്റ്റ് നമ്മൾ തിരഞ്ഞെടുത്തതിൽ അത് ഏറ്റവും നന്നായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അവനവന്റെ അഭിപ്രായം പറയാനും അന്യോന്യം പിന്നെ ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഇതുപോലെ ഒരു സബ്ജക്റ്റ് മതി എന്നുള്ളതാണ് മേലിലും എൻ്റെ അഭിപ്രായം. രണ്ടാകുമ്പോൾ ഒരുപാട് കൺജഷൻ ആയിരിക്കുന്നു, ഇല്ലേ? എല്ലാവരുടെയും അഭിപ്രായം പോലൊക്കെ പിന്നെ ചെയ്യാം, എനിക്ക് പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല. ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് വിഷുദിനത്തിലും ഇത്രയും പേരൊക്കെ കയറിയതിൽ ഒരിക്കൽ കൂടി നന്ദി. ഇനിയുള്ള 5-6 മിനിറ്റ് 5-8-10 മിനിറ്റ് വേണമെന്നതിൽ സോഷ്യൽ, അതെ, നമുക്ക് മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്തിട്ടായിക്കോട്ടെ. അപ്പോ